ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ അല്ല, ഗുഡ് ഈവനിങ് ആവാനായില്ലേ? എന്താണ് 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 അവസ്ഥ? ഓക്കെ, എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കും. കുറെ പേര് നല്ല ഹാപ്പി മൂഡിലായിരിക്കും. ചില വാർത്തകളൊക്കെ ചിലരൊക്കെ അറിഞ്ഞു കാണും. ഓക്കെ, എന്തായാലും എക്സാം നടക്കാതിരിക്കൂല എന്നുള്ളതല്ലേ എപ്പോഴും ഒരു ഇതുണ്ട്, പ്രതീക്ഷ ഉണ്ട്. എക്സാം നടക്കുന്ന കാര്യത്തിൽ പ്രതീക്ഷ ഉണ്ട്. സോ പിന്നെ എന്താ പറയാ, അതവിടെ നിൽക്കട്ടെ. തൽക്കാലം നമുക്കത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇന്നിങ്ങനെ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്തൊന്ന് അനലൈസ് ചെയ്തു. എങ്ങനെയുണ്ട് മക്കളെ എക്സാംസ് എന്ന് പറഞ്ഞാൽ? ആദ്യം പഠിക്കണ്ട, പരീക്ഷ മാറ്റിയൊന്നും പറയല്ല മോളെ. പരീക്ഷ ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ, കുറഞ്ഞ ദിവസത്തേക്ക് കേട്ടോ. എക്സാം ഒഴിവാക്കിയിട്ടൊന്നുമില്ല, ശ്രദ്ധിക്കാം. ഓക്കെ, ഇപ്പൊ എല്ലാവരും പിന്നെ എക്സാം ഒഴിവാക്കിയോ അല്ലെങ്കിൽ എന്താണ് കഥ, അതിന്റെ പുറകിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും എല്ലാവരും അല്ലെ. എക്സാമിന്റെ പിന്നെന്താ പറയാ, എക്സാം മാറ്റി വെച്ചാൽ മതിയായിരുന്നു എന്നുള്ള തന്നെ എപ്പോഴും എന്ത് എല്ലാവരുടെയും എന്ത്. ഓക്കെ, ടൈം ടേബിളിൽ മാറ്റം ഉണ്ടാവും കേട്ടോ, ടൈം ടേബിളിൽ ചേഞ്ച് ഉണ്ടാകും. ഹാഫിസ് ചെന്നാട് ടഫായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മക്കളെ, ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കി, ഒരു 9ാം ക്ലാസ് നിലവാരം പോലും എന്താ പറയാ കാണിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇന്ന് നിങ്ങൾക്ക് നടന്ന മോഡൽ എക്സാം. ഓക്കെ, ഒരു 9ാം ക്ലാസ് നിലവാരം പോലും ഇല്ല എന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആദ്യം എനിക്ക് കേൾക്കണം, എന്നിട്ട് ഞാൻ കുറച്ച് കാര്യം പറയാണ്ട്. ഓക്കെ, ഡിസ്കഷന് മുൻപ് ഒരു ചെറിയൊരു കാര്യം പറയാണ്ട്, ഈ ഫിസിക്സ് എക്സാമുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സോ പെട്ടെന്ന് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ, വേഗം വേഗം. സർ, ക്വസ്റ്റ്യൻ ആൻസർ ഫുൾ ഡിസ്കസ് ചെയ്യുവോ? തീർച്ചയായിട്ടും ഫുൾ ഡിസ്കസ് ചെയ്യൂ കേട്ടോ. എക്സാം ഒഴിവാക്കും സർ? ഇല്ല, എക്സാം ഒഴിവാക്കൂല. ഓക്കെ, എക്സാം നടക്കും കേട്ടോ. ഓക്കെ, വേറെന്താ ഉള്ളത്? എക്സാം സിമ്പിൾ ആണ്. കുറെ പേര് സിമ്പിൾ എന്ന് പറയുന്നുണ്ട്. ചില ആൾക്കാർ എന്താ പറയാ പിന്നെ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ചില ആൾക്കാര് എന്താ പറയാ പോരാന്നൊക്കെ പറയുന്ന അഭിപ്രായക്കാരൊക്കെ ഉണ്ട്. എല്ലാ മിക്സഡ് അഭിപ്രായങ്ങളാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്, മിക്സഡ് അഭിപ്രായങ്ങളാണ്. ഓക്കെ, സോ മിക്കവാറും കുടുങ്ങും. മിക്കവാറും ആര് കുടുങ്ങും? ഇല്ല, ഒരു കുടുങ്ങലും ഇല്ല കേട്ടോ. മീഡിയം സിമ്പിൾ എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിൽ അതാണ് ഇന്നത്തെ എക്സാം. ശരിക്കും സിമ്പിൾ ആയിരുന്നു. ഞാൻ മറന്നുപോയി ചില ടേംസ്, സോ ചെറിയ ടഫ്. ഓക്കെ, ഫൈൻ. ഈസി ആയിരുന്നു. സിദ്ധാർത്ഥ് പറയുന്നത് ഈസി ആന്നൊക്കെ പറയുന്നുണ്ട്. കുറെ പേര് പറയുന്നു, കുറെ പേര് പലതും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പബ്ലിക് ഓൺലൈൻ ആയിരിക്കും എന്ന് തോന്നുന്നു. പബ്ലിക് ഒന്നും ഓൺലൈൻ നടത്തൂല. ഓക്കെ, സോ ക്യാൻസൽ എക്സാം നടക്കൂല. എക്സാം ക്യാൻസൽ ആക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പബ്ലിക്കും ഓൺലൈൻ ആയിരിക്കും. ഓക്കെ സർ, ഇതുപോലെ ആയിരിക്കുമോ പബ്ലിക്? ഇതുപോലെ ആയാൽ നിങ്ങൾ കഴിച്ചില്ല. നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഇതുപോലെ ആയി കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ പറ, ഇന്നലെയും മെനിയായത്, ഇന്നലെ രാത്രിയും ഇന്ന് പകലും ഞാൻ ഏകദേശം ഒരു 9ഓളം മണിക്കൂർ കണ്ടിന്യൂസ് ലൈവിലുണ്ടായിരുന്നു. 9-10 മണിക്കൂർ റേഞ്ചിൽ കണ്ടിന്യൂസ് ഞാൻ തന്നെ ലൈവിലായിരുന്നു. സൗണ്ട് ഒക്കെ പോയിട്ടുണ്ട്. ആ ലൈവിൽ വന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈപൊക്കെ. ഫുൾ ആയിട്ട് കണ്ട ആരെങ്കിലും ഉണ്ടോ? ആ ലൈവില് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അതുപോലെ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ലൈവിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഏകദേശം ടൈം ടേബിൾ മാറ്റും. ഓക്കെ, മോഡൽ മാർക്ക് ബോർഡിനെ എഫക്റ്റ് ആവുമോ? നോ, ഒരിക്കലും ഇല്ല കേട്ടോ. മോഡൽ എക്സാം വേറെ, ബോർഡ് എക്സാം വേറെ, അത് രണ്ടും സെയിം ആവൂല. ഓക്കെ, പിന്നെ ഓക്കെ സർ, എക്സാം മാറ്റി ഇനി ഞങ്ങൾ പഠിക്കണോ? ഫുൾ കൺഫ്യൂഷൻ ആയി സർ. ഒക്കെ ഞാൻ പറഞ്ഞുതരാം, എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഡോണ്ട് വറി. ഇതുപോലെയാണ് ടൈം ടേബിൾ ചേഞ്ച് ചെയ്യുക. ടൈം ടേബിൾ ചേഞ്ച് ചെയ്യുക. ഓക്കെ, എന്തായാലും നമുക്ക് ഒരുപാട് ദിവസം എന്ത് കിട്ടാണ്, ഫ്രീ ടൈം കിട്ടാൻ പോവാണ് ഇനിയും. ഓക്കെ, യെസ്, കുറെ പേര് കൈ പൊക്കുന്നുണ്ട്. ഞാൻ ഉണ്ടായിരുന്നു, അത് ഞാൻ ചോദിച്ചിരുന്നു. ലൈവിലുള്ള കുട്ടികളെ കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു. കുറെ പേര് കൈ പൊക്കുന്നുണ്ട്. ഇടയ്ക്ക് CS എഴുതാൻ പോയി ഉമർ ഫാറൂഖ്. ഓക്കെ, ഉമർ ഫാറൂഖ് ലൈവിലുണ്ടായിരുന്നു. ഓക്കെ, ആതിരാവ് പറയുന്നുണ്ട് യെസ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കൊട്ടിക്കലാശം എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നലെയും ഇന്ന് രാവിലെയും ലൈവ് വന്നത് വെറുതെ അല്ല. ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നു, അതിൽ നിന്നും അങ്ങനെ തന്നെ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്.
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏത് ലെവൽ എക്സാം നടത്തി കഴിഞ്ഞാലും ആൻസർ എഴുതാൻ പറ്റുന്ന, ഈസിയായി ആൻസർ എഴുതാൻ പറ്റുന്ന ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. നമ്മൾ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്, ലോ അല്ല. പക്ഷെ എന്താ പറയാ മക്കളെ, ഒരുമാതിരി മല പോലെ വന്ന് എലി പോലെ പോയി എന്ന് പറഞ്ഞ അവസ്ഥയായി പോയി. എന്താ മല പോലെ വന്ന് എലി പോലെ പോയി എന്ന് പറഞ്ഞ അവസ്ഥ എന്താ? നമ്മൾ പഠിച്ചതൊക്കെ വലിയ കാര്യങ്ങൾ, ചോദിച്ചതോ ഒന്നുമില്ല, കുഞ്ഞു 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 കാര്യങ്ങൾ. ശരിയല്ലേ? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഏകദേശം നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഞാൻ അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഒന്ന് അനലൈസ് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, മക്കൾ ശ്രദ്ധിച്ച് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ ആയ ഫിസിക്കൽ വേൾഡ് എന്ന ചാപ്റ്റർ, ആ ചാപ്റ്ററിന് 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. 2 ക്വസ്റ്റ്യൻസ് അല്ല, 2 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതിൽ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ഓൺലി 2 മാർക്സ്. ശ്രദ്ധിച്ചോ, ഒരു അനാലിസിസ് ആണ് ഞാൻ അവിടെ ചെയ്യാൻ പോണത്. ശ്രദ്ധിച്ചോ. ഓക്കെ, നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ നിന്ന് ആകെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എത്ര മാർക്കിനാ മക്കളെ? 2 മാർക്കിനാണ്. ഫസ്റ്റ് ചാപ്റ്ററിന് 2 മാർക്സിനാണ് ക്വസ്റ്റ്യൻ വന്നത്. ഓക്കെ, 2 മാർക്സ്. ഓക്കെ, ഞാൻ PW ഫിസിക്കൽ വേൾഡിൽ നിന്ന്, റെഡി അല്ലേ മക്കളെ? ഫിസിക്കൽ വേൾഡിൽ നിന്ന് 2 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. രണ്ടാമത്തെ ചാപ്റ്റർ ആയ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് അല്ലെ, രണ്ടാമത്തെ ചാപ്റ്റർ ആയ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ നിന്ന് 10 മാർക്സിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ചാപ്റ്റർ ആയ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ നിന്നും 10 മാർക്സിന് ക്വസ്റ്റ്യൻ ഉണ്ട്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. നാലാമത്തെ ചാപ്റ്റർ ആയ മോഷൻ ഇൻ എ പ്ലെയിനില് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. മോഷൻ ഇൻ എ പ്ലെയിനില് 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആ മക്കളെ ഉള്ളത്. ഓക്കെ, അഞ്ചാമത്തെ ചാപ്റ്റർ ലോസ് ഓഫ് മോഷന് 16 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ, ലോസ് ഓഫ് മോഷൻ. ആറാമത്തെ ചാപ്റ്റർ മക്കളെ ശ്രദ്ധിക്കേ, ആറാമത്തെ ചാപ്റ്ററിൽ നമുക്ക് എത്ര മാർക്കിനാ ക്വസ്റ്റ്യൻസ് വന്നാ നിങ്ങൾക്ക്? 6th ചാപ്റ്റർ ആയ ഏതാ? വർക്ക് എനർജി പവർന്ന് 12 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ്. വർക്ക് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോണ്ടിട്ടോ. വർക്ക് എനർജി പവർന്ന് 12 വെയിറ്റേജിങ് നോക്കാം, 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ഏഴാമത്തെ ചാപ്റ്റർ ആയ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് 16 മാർക്സിന്റെ, ഓക്കെ, 16 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ഓക്കെ, ശ്രദ്ധിക്കാം, 16 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. എവിടുന്നടാ? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. അപ്പൊ ലോസ് ഓഫ് മോഷനും സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസും കൊണ്ടുപോയി മക്കളെ, കൊണ്ടുപോയി. എട്ടാമത്തെ ചാപ്റ്റർ ആയ നമ്മുടെ ഗ്രാവിറ്റേഷൻ ചോദിച്ചത് 14 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഗ്രാവിറ്റേഷൻ. ഓക്കെ, 9ാമത്തെ ചാപ്റ്റർ ആയ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് ചോദിച്ചത് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് സോളിഡ്സ്. 10ാമത്തെ ചാപ്റ്റർ ആയ ഫ്ലൂയിഡ്സ് വീണ്ടും മക്കളെ 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫ്ലൂയിഡ്സ്. റെഡി. 11ാമത്തെ ചാപ്റ്റർ ആയ തെർമൽ പ്രോപ്പർട്ടീസ് ചോദിച്ച ക്വസ്റ്റ്യന് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് തെർമൽ എന്ന് ചോദിച്ചത്. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. 12ാമത്തെ ചാപ്റ്റർ ആയ തെർമോഡൈനാമിക്സ് 4 മാർക്സ് ആ ചോദിച്ചത്. തെർമോഡൈനാമിക്സ്. 13ാമത്തെ ചാപ്റ്റർ ആയ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് 4 മാർക്സിനാണ് ക്വസ്റ്റ്യൻ. 14ാമത്തെ ചാപ്റ്റർ ആയ ഓസിലേഷൻസ് 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. 15ാമത്തെ ചാപ്റ്റർ ആയ വേവ്സ് മക്കളെ എത്ര മാർക്സിനാണ് അറിയോ? അതും 4 മാർക്സിനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതാണ് ഒരു ഔട്ട്ലൈൻ. നിങ്ങളുടെ എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക മക്കള്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി വന്ന ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്നലെ രാത്രി ഇന്ന് പകലുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലെ. ഫ്ലൂയിഡ്സ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ നിന്ന് ഇന്നലെ രാത്രിയും ഇന്ന് പകലും 9 ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ആയിരുന്നു. ആ ഡീറ്റെയിൽഡ് ഡിസ്കഷനിൽ നിന്ന് എത്ര മാർക്കിനാ മക്കളെ ഇന്നലത്തെ ടാർഗറ്റിന്റെ ഇന്നലെ നമ്മൾ നടത്തിയ കലാശക്കൊട്ടിലായിരുന്നോ? ഇന്നലെ നൈറ്റ്
അപ്പോ യെസ്റ്റർഡേ നൈറ്റ് ടുഡേ മോർണിംഗ്, ഇന്ന് മോർണിംഗും. ഓക്കെ, ഇന്ന് മോർണിംഗും ഞാൻ ക്ലാസ്സിൽ നിന്ന് ഡയറക്റ്റ് ആയി ചോദിച്ചത് 55 മാർക്സിനാണ്. 55 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് ഇന്നത്തെയും ക്ലാസ്സിൽ നിന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയും ഇന്ന് പകലുമായി 9 മണിക്കൂറിന്റെ ക്ലാസ്സിൽ നിന്ന് കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ക്ലാസ്സിൽ കൃത്യമായി ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ചില ക്വസ്റ്റ്യൻസ് കണ്ടപ്പോ ഓർമ്മ വന്നിട്ടുണ്ടാവും. ഞാൻ ക്ലാസ്സിൽ ചെയ്ത അതേ ക്വസ്റ്റ്യൻസ്, അതേ സബ് ക്വസ്റ്റ്യൻസ്, സെയിം സാധനങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഓക്കെ, വേണമെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് തന്നെ പറഞ്ഞുതരാം. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചാപ്റ്റർ 1 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ 2 പിന്നെ അതുപോലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 36ാമത്തെ ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ, 18ാമത്തെ ക്വസ്റ്റ്യൻ, 37ാമത്തെ ക്വസ്റ്റ്യൻ, 3ാമത്തെ ക്വസ്റ്റ്യൻ, 19ാമത്തെ ക്വസ്റ്റ്യൻ, 27ാമത്തെ ക്വസ്റ്റ്യൻ, 38, 8, 28, 4, 15, 21, 22, 30, 41, 12 പോയി ചെക്ക് ചെയ്തോ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇന്നലെയും ഇന്നും ക്ലാസ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാ, വേറെ ഒന്നുമല്ല. അതും ഞാൻ 9 ചാപ്റ്റേഴ്സേ എടുത്തുള്ളൂ. ബാക്കി ഇനിയുണ്ട്. എത്ര ചാപ്റ്റേഴ്സ്? 6 ചാപ്റ്റേഴ്സ് നമുക്ക് എടുക്കാണ്ട്. അങ്ങനെ ഞാൻ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് പോകാൻ നേരത്തെ ഒരു ഉപദേശങ്ങൾ തന്നിരുന്നു. ഫ്ലൂയിഡ്സ് ബെർണോളി പ്രിൻസിപ്പിൾ പഠിക്കാണ്ട് പോവരുതേ മക്കളെ, അല്ലെ? ബെർണോളി പ്രിൻസിപ്പിൾ നിങ്ങൾ ആ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളൂ അതിന്റെ പ്രൂഫും പഠിക്കാണ്ട് പോവല്ലേ. പ്ലസ് അതിന്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിരുന്നു. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ അടുത്തുനിന്ന് F1/A1 = F2/A2 എന്ന ആ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലംസ് അത് ഞാൻ ഈ മാർക്കിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഓക്കെ, അതും കൂടി ഉണ്ടെങ്കിൽ ഈ 55 എന്നുള്ളത് വീണ്ടും കേറും. ഒരു 10 മാർക്കിനടുത്ത് വീണ്ടും കേറും. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഇന്ന് രാവിലെയുമായി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മാത്രം വന്ന് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു ക്രാഷ് കോഴ്സ് പിന്നെ ഇത് നടത്തിയിരുന്നു. ആദ്യം തന്നെ ഫസ്റ്റ് റിവിഷൻ സെറ്റ് ക്ലാസ് നടത്തിയിരുന്നു അല്ലെ? ആ റിവിഷൻ സെറ്റ് കൃത്യമായി ക്ലാസ് കണ്ട കുട്ടി, ആ റിവിഷൻ സെറ്റ് ഫിസിക്സിന്റെ 15 ചാപ്റ്റേഴ്സും കൃത്യമായി കണ്ട ഒരു കുട്ടിക്ക് ഓക്കെ അവിടുന്നും കൂടി ടോട്ടൽ മാർക്സ് കിട്ടുക. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ ഒന്ന് 55 മാർക്ക്, അതുപോലെ തന്നെ 51. സോ ടോട്ടല് 106 മാർക്കിന്റെ കാര്യങ്ങള് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു മാത്രമേ വന്നുള്ളൂ. ഓക്കെ, ബാക്കി 14 മാർക്കിന്റെ കാര്യങ്ങള് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. കാരണം അത് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയാണ്. എന്നാലും ഈ കാര്യങ്ങള് ഈ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിലും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ പറയാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ റിവിഷൻ ക്ലാസ്സുകൾ ടാർഗറ്റിന് റിവിഷൻ ക്ലാസ്സുകൾ തരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫുൾ ആയിട്ട് ഓൺലൈനിൽ ലൈവിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. കാരണം അതേ മക്കളെ ചോദിക്കുള്ളൂ. ഓക്കെ, അതെന്നെ ചോദിക്കും. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. റെഡി? അപ്പൊ അത്രേ ചോദിക്കാനുള്ളൂ. കാരണം നമ്മൾ അത്രയും മാക്സിമം ലെവലിൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി എക്സാം ടഫ് ആക്കാൻ നോക്കിയാലും നമ്മളത് ബാധിക്കൂല. കാരണം നമ്മൾ പഠിച്ച കുട്ടികളാ. ശരിയല്ലേ? ഇനി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞേ. എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞേ. കുറെ ആൾക്കാര് നേരത്തെ ഭയങ്കരമായി പേടിച്ച് വിറച്ച് നിന്ന കുറെ ആളുകളുണ്ടായിരുന്നു. പേടിച്ച് ഞാൻ അയ്യോ എക്സാമോന്നും പറഞ്ഞായിട്ട് ഭയങ്കര കുറെ പേര് സൂപ്പർ എല്ലാം പഠിച്ച ഫൈനൽ എക്സാം എങ്ങനെയാ മാറ്റിയായിരുന്നു. ഓക്കെ, എന്തൊക്കെ ചോദിക്കണ്ടല്ലോ. യെസ്, കുറെ പേര് എന്തൊക്കെയോ പറയുന്നുണ്ട്. യെസ് കുറെ പേര് പറയുന്നുണ്ട്. എന്തൊക്കെയൊക്കെയോ കമന്റ് ഉണ്ട്, കുറെ കമന്റുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് എന്താ പറയാ ഒരു അനാലിസിസ് ഇപ്പൊ നമ്മൾ നടത്തി. ഓക്കെ, എന്തായിരുന്നു കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് എക്സാം ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. എക്സാം ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനൊന്നുമില്ല. എക്സാം ക്യാൻസൽ ചെയ്യൂല. ഓക്കെ, എക്സാം ഇപ്പോഴത്തെ അവസ്ഥയിൽ നടത്തുന്നു തന്നെയാണുള്ളത്. അപ്പൊ നിങ്ങൾ എക്സാം ഒഴിവാക്കി ഇനി ഞാൻ പഠിക്കുന്നില്ല, ഓക്കെ, വേണമെങ്കിൽ ഇന്ന് രാത്രി വേണമെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്തോ. നാളെ രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്തോ പഠിക്കാൻ. ഓക്കെ, സോ എക്സാം കുറച്ച് ദിവസത്തേക്കാണ് എന്ത് ചെയ്തത് മക്കളെ നീട്ടിവെച്ചത്. ഓക്കെ, കോടതി. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ എന്താന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചോ. എന്തായാലും എക്സാം ഈ ഒരു ലെവലിലേ ഉണ്ടാവുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു 9ാം ക്ലാസ് നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. 9ാം ക്ലാസ് നിലവാരം
ഒരു +1 ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല. ഈ രീതിയിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ കുട്ടികൾ ചാടി തുള്ളിക്കളിക്കും ഈ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായി കഴിഞ്ഞാൽ. ഓക്കെ, സോ എന്താ പറയാ, ഇല്ല, ഈ ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പർ മീൻസ് ഈ ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി പബ്ലിക് എക്സാം എന്തായാലും പിന്നെ എന്താവില്ല, ഈ രീതിയിലേക്കൊന്നും ആവില്ല, നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്ര എളുപ്പമാവില്ല കേട്ടോ. പഠിക്കാൻ തുടങ്ങി സെറ്റ് ആയി വന്നതാണ് ഈ സത്യം. സ്റ്റഡി മോഡ് ഓൺ ആയിരുന്നു. ഓക്കെ, ടൈം ടേബിൾ കൂടി കണ്ടപ്പോൾ എന്താ, ബട്ട് ഇപ്പോ ഇനി ടൈം ടേബിൾ ഒക്കെ മാറും. യെസ്, ശരിയാണ്, ടൈം ടേബിൾ ഒക്കെ മാറും. നമ്മുടെ ടൈം ടേബിളും മാറും. ഒക്കെ ഇനി മാറി മറിയാണ്ട് അല്ലേ? റെഡി? ഓക്കെ, അപ്പോ ഇനിയും ടൈം ഉണ്ട്, ഞാൻ ഫുള്ള് മേടിക്കും. ഇപ്പോ ഒരു എന്താ ആത്മവിശ്വാസം ഉണ്ടായി. ആതിരാവ് പറയുന്നുണ്ട്, എന്താടാ ഇതൊക്കെ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ. സർ, അപ്പൊ സെപ്റ്റംബർ 6 എക്സാം ഇല്ലേ? ഇല്ല, എക്സാം ഇല്ല കേട്ടോ. എക്സാം നീട്ടി വെച്ചു. നിങ്ങളെ എക്സാം ഈ പിന്നെ ഫസ്റ്റ് കെമിസ്ട്രി എക്സാം ഒക്കെ അല്ലേ, ഒക്കെ നീട്ടി, ഒക്കെ മാറ്റി. ഇനി എക്സാം ടൈം ടേബിൾ എങ്ങനെയാണെന്നുള്ള വരാണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം, വഴി അത് വന്നോളൂ കേട്ടോ. യെസ് ഗോയ്സ്, എന്താണ് ലെത്തൽ എക്സ് എന്തോ പറയുന്നുണ്ട്. സെപ്റ്റംബർ 6 എക്സാം ഇല്ല, സെപ്റ്റംബർ 6 എക്സാം നടക്കില്ല കേരളത്തിൽ കേട്ടോ. ഓക്കെ, എന്റെ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് നോക്കടാ. അയ്യേ, സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ? നോക്കടാ, എന്താ മക്കളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞോ. നെയിം ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ലൈറ്റ് എനർജി. ഇത് നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ തന്നെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ദാറ്റ് ഈസ് ഒപ്റ്റിക്സ് അല്ലേ മക്കളെ? ദാറ്റ് ഈസ് ഒപ്റ്റിക്സ്. ശരിയല്ലടാ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഒപ്റ്റിക്സ്. റെഡി? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഔട്ട് ഓഫ് ദി ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ വിച്ച് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ്. ഇത് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ആണ്. ഇത് യെസ്, എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്, ഇത് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ആണ്. പക്ഷെ എന്നാലും സിമ്പിൾ ക്വസ്റ്റ്യനാ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഏതാ വീക്കസ്റ്റ് ഫോഴ്സ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഇതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാ. സെക്കൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ആണ്. ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ ഓക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനും ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ്, ദാറ്റ് ഈസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഒരു സംശയവും വേണ്ട, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. യെസ് ഗുഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം. മൊമെന്റ് ഓഫ് എന്ന് പറഞ്ഞ റൊട്ടേഷനിലുള്ള മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റത്തിന് പകരം റൊട്ടേഷനിൽ ഉപയോഗിക്കുന്ന ആള്, ദാറ്റ് ഈസ് ആംഗുലാർ മൊമെന്റം. എൽ എന്നല്ല നിങ്ങൾ എഴുതേണ്ട, എന്താണ് നിങ്ങൾ എഴുതേണ്ട? ആംഗുലാർ മൊമെന്റം. ഓക്കെ, ഓരോ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. യെസ്. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. According to kinetic theory of gas, what is the pressure of an ideal gas molecule? Kinetic theory of gas എന്നുള്ള ക്വസ്റ്റ്യൻ. എന്താണ് pressure of an ideal gas? P is equal to, മക്കളെ P is equal to ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടെ, ആരൊക്കെ എഴുതി നോക്കട്ടെ. നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഇക്വേഷൻ എന്താ? വേഗം ടൈപ്പ് ചെയ്, നോക്കട്ടെ എത്ര പേര് എഴുതിയിട്ടുണ്ട് നോക്കട്ടെ. യെസ്, നോക്കട്ടെ. കമന്റിൽ വരട്ടെ, വേഗം വരട്ടെ. വെരി ഗുഡ്, ഹിസാന ഷെറിൻ, വെരി ഗുഡ്. യെസ്, 1/3 nmVrms². ഇതാണ് ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിന്റെ ഇക്വേഷൻ. വേർ n is number of molecules per unit volume, m is mass of one molecule and Vrms is root mean square velocity. ഇതാണ് നമ്മളുടെ എന്ത് പ്രഷറിന്റെ ഇക്വേഷൻ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Write the SI unit of the following fundamental quantities. മക്കളെ, ഇത് നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഒക്കെ എഴുതിയിട്ട് ടേബിളിലാക്കിയിട്ട് ഓരോന്നിന്റെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി നമ്മൾ പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് പിന്നെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, അതിൽ സപ്ലിമെന്ററി ക്വാണ്ടിറ്റി വരുന്ന
പ്ലെയിൻ ആംഗിൾ നമ്മൾ പറഞ്ഞു. സോ ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റേ ചോദിച്ചുള്ളൂ, ഡയമെൻഷൻ ഫോർമുല അല്ല. യൂണിറ്റ് എന്താണ്? ആംബിയർ. പ്ലെയിൻ ആംഗിളിന്റെ എന്താണ്? റേഡിയൻ. ശരിയല്ലേ? യെസ്, റെഡി അല്ലേ? ഓക്കെ, ടൈം ടേബിളിന്റെ ഒക്കെ ഞാൻ ഈ ക്ലാസ്സിന് ശേഷം ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം ആദ്യം. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ കാര്യം ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. എ ബോഡി ഈസ് ട്രാവലിംഗ് എലോങ് എ സർക്കിൾ. അപ്പൊ നമ്മൾ എന്തില് ഇത് നമ്മൾ നമ്മുടെ ഫോക്കസ് ഏരിയ റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണിത്. ഓക്കെ, അടുത്ത് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മീൻസ് ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. A body is traveling along a circular path of radius 10 meter. ഇവിടെ റേഡിയസ് 10 മീറ്റർ ആണ്. ആയിക്കോട്ടെ. If it travels from A to B, എന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റൻസും കാണണം, ഡിസ്പ്ലേസ്മെന്റും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ മക്കളെ ഒരു സംശയവും വേണ്ട, എയും ബിയും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അത് ഇതാണ് ഡയമീറ്റർ. റേഡിയസ് 10 ആണെങ്കിൽ ഡയമീറ്റർ 20 അല്ലേ? സോ ഡിസ്പ്ലേസ്മെന്റ് 20 മീറ്റർ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ഹാഫ് ഓഫ് പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ, ഹാഫ് ഇൻടു 2πr. ദാറ്റ് ഈസ് ഹാഫും 2ഉം കട്ടപ്പോ πr, π ഇൻടു 10. ആൻസർ ഈസ് 10π മീറ്റർ ഉണ്ടാകും. ഈ പൈക്ക് 3.14 കൊടുത്തോ, അപ്പൊ എന്താ 31.4 എന്ത് മീറ്റർ എന്ന് കാണും ആൻസർ. റെഡി? യെസ്, ഹിസ്ഥാനശ്വരി എന്താ എഴുതുന്നുണ്ട്? വെരി ഗുഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമ്മൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യനാ. അടുത്ത്, റൈറ്റ് വെദർ ദ വർക്ക് ഡൺ ഇൻ ദ ഫോളോയിങ് കേസസ് ആർ പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. ഇത് നമ്മൾ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യനാ. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ പറഞ്ഞു. ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എപ്പോഴും എന്താ? നെഗറ്റീവാ നമ്മൾ പറഞ്ഞു. യെസ് ഓർ നോ? നെക്സ്റ്റ്, സെൻട്രിപെറ്റൽ. ഇന്നലെ ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസേ ഉണ്ടാകുള്ളൂ, പ്ലസ് എന്തും ഡെറിവേഷൻസും തിയറിയും നമ്മൾ കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററിന്റെയും ഓരോ മണിക്കൂർ വെച്ച് റിവിഷൻ ക്ലാസ്സുകൾ പഠിച്ച കാര്യമാണ്. ഓക്കെ, ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ അന്നും ചെയ്തിട്ടുണ്ട്, ഇന്നലെയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നല്ലാണ്ട് ക്വസ്റ്റ്യൻസ് ഉറപ്പായും ചോദിക്കൂല, കാരണം ചോദിക്കാനില്ല, അത്രയും നമ്മൾ ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് ആ കോൺഫിഡൻസ്. പബ്ലിക് എക്സാം നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഇതുപോലെ പറയും എന്നിട്ട് അന്നത്തെ റിവിഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ടോപ്പിക്കിൽ നിന്നും ഇത്ര മാർക്ക്, ഈ ലാസ്റ്റ് കൊട്ടിക്കലാശത്തിൽ നിന്ന് ഇത്ര മാർക്ക് ഞാൻ പറയും. ഓക്കെ, ദാറ്റ് മച്ച് ഐ കോൺഫിഡൻസ്. നൗ ലിസൺ, വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് നമ്മൾ ഇന്ന് പറഞ്ഞതാണ്. എന്താ? ഒരു ബോഡി സർക്കുലർ പാത്തിൽ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് സെന്ററിലേക്ക് ഉണ്ടാകും, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ ഉണ്ടാകും. അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആണ്, എസും ഫോഴ്സും. അപ്പൊ എത്ര വർക്ക് ഡൺ? എന്താ? 0 വർക്ക്. ഇന്ന് ക്ലാസ് പറഞ്ഞ ഇങ്ങനെ തന്നെ ഞാൻ വരച്ചിനി. ഓക്കെ, സോ ഇതെന്താ? 0 വർക്ക്. നെക്സ്റ്റ്, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻ എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഞാൻ കൂടെ ഇന്ന് പറഞ്ഞ കാര്യമാണ്. ഒരു ബോഡി താഴേക്ക് വീഴുന്ന സമയത്ത് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താ? പോസിറ്റീവ് ആണെന്ന് ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞതാ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ്, അടുത്ത്, വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ക്യാരിയിങ് എ ലോഡ് ഓൺ ഹിസ് ഹെഡ് ആൻഡ് വാക്സ് അലോങ് എ ഹൊറിസോണ്ടൽ ലെവൽ റോഡ്. ഒരാൾ തലയിൽ ഒരു ബോക്സുമായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ, ഹൊറിസോണ്ടലി നടന്നു പോവുകയാണെങ്കിൽ മക്കളെ ഫോഴ്സ് മുകളിലേക്കാണ്, ഡിസ്പ്ലേസ്മെന്റ് റൈറ്റിലേക്കാണ്, ആംഗിൾ 90 ആണ്, വർക്ക് എന്താ? 0 ആണ്. റെഡി? സോ ഈ കേസും എന്താ? 0 വർക്കാണ്. നമ്മൾ ക്ലാസ്സിൽ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ലിസൺ പ്ലീസ് മക്കളെ, ലിസൺ. 9ാമത്തെ ക്വസ്റ്റ്യൻ. എടാ മക്കളെ ശ്രദ്ധിക്ക്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഈസ് കെ. ഒരു ബോഡിന്റെ കൈനറ്റിക് എനർജി കെ ആണ്. നമുക്ക് ഹാഫ് mv² എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത എന്താ? വാട്ട് ഈസ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ഇഫ് ഇറ്റ്സ് വെലോസിറ്റി ഈസ് ഡബിൾഡ്? എന്താണ് മക്കൾ? അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആയി പരിഗണിക്കാൻ പറ്റുമോ? വെലോസിറ്റി ഇരട്ടിയാക്കിയാൽ കൈനറ്റിക് എനർജി എന്താകും? അടുത്ത കേസ് എടുക്ക്. കെ ഡാഷ് എന്ന് കൊടുത്താൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വിക്ക് പകരം 2v ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2 സ്ക്വയർ 4 v സ്ക്വയറിന് v സ്ക്വയർ. That is equal to 4 into half mv square. That is 4 times initial kinetic energy. 4 മടങ്ങാവും വെലോസിറ്റി ഇരട്ടിയായാല്. മാസ് ഇരട്ടിയാവുകയാണെങ്കിലോ 2 മടങ്ങേ ആവുള്ളൂ. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു മക്കളെ, ഒന്നുമില്ല. സ്റ്റേറ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ.
Every body in the universe attracts each other with a force which is directly proportional to product of their masses and inversely proportional to square of distance of separation. So equation ingane eഴുതുക F is equal to ഇത് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതിയാൽ നന്നാവും. F proportional to m into m. F proportional to 1 by d square. By combining these two relations, F proportional to m into m by d square. From this, F is equal to g into m by d square എന്നും കൂടി എഴുതിയാൽ വൃത്തിയായി, സാധനം വൃത്തിയായി. ഇനി വേണമെങ്കിൽ ജിന്റെ വാല്യൂം കൂടി എഴുതി വെച്ചോ, രസല്ലേ? കിടക്കട്ടെ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഫോക്കസ് ഏരിയ റിവിഷന്റെ കേസിൽ കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ്. മറക്കരുത് എന്നൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ലിസൺ, നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും ഷിയർ സ്ട്രെയിൻ എന്നുള്ള കാര്യം അല്ലേ? ഓക്കെ, നെയിം ദ ടൈപ്പ് ഓഫ് സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ എബോവ് ഫിഗർ. എന്താ മക്കളെ? ഷിയർ സ്ട്രെയിൻ ആണ്. ഓക്കെ മക്കളെ, ക്ലിയർ അല്ലേ? ഇങ്ങനെ നിന്നോടത്ത് ഇങ്ങനെ ശരിയാണെങ്കിൽ എന്താ അവിടെ ഷിയർ സ്ട്രെസ് ആണല്ലേ? ഷിയർ സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന സ്ട്രെയിൻ എന്താ? ഷിയർ സ്ട്രെയിൻ അല്ലേ മക്കളെ? ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം. ഇന്നലെ ഇന്നോ ആയിട്ട് പറഞ്ഞില്ല, പക്ഷേ ഇന്നലെ നമുക്ക് സമയം കിട്ടിയില്ല. ഓക്കെ, നമ്മൾ സോളിഡ്സിന്റെ കേസിൽ ക്വസ്റ്റ്യൻസ് ആ ചെയ്തത് അല്ലേ? അതൊക്കെ കുറച്ച് ഹെവി ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ ഈ കാര്യം നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഫോക്കസ് ഏരിയ റിവിഷനിൽ കൃത്യമായി നിങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. സോ ഷിയർ സ്ട്രെയിൻ. ഓക്കെ, now next one is write the equation for this strain. Simple, ഞാൻ ക്ലാസ് പറഞ്ഞ കാര്യമാണ്. ഷിയർ സ്ട്രെയിൻ is equal to എത്ര ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു? ഡെൽറ്റ എക്സ് മൂവ് ചെയ്തു ഡിവൈഡഡ് ബൈ ബേസ് നിന്ന് അങ്ങോട്ടേക്കുള്ള ഹൈറ്റ്, ദാറ്റ് ഈസ് എൽ. അല്ലെങ്കിൽ തീറ്റ എന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ടാൻ തീറ്റ. ഇതിൽ ഏത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഷിയർ സ്ട്രെയിൻ ഡെൽറ്റ എക്സ് ബൈ എൽ, അല്ലെങ്കിൽ തീറ്റ, അല്ലെങ്കിൽ ടാൻ തീറ്റ, ഏത് എഴുതിയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. എന്താ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ സ്ട്രെസ് ആണെന്ന് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇന്ന് ഞാൻ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റ് സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ സ്ട്രെസ് ആണെന്ന് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സോ ഇറ്റ് ഈസ് ദ സ്ട്രെസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് സ്ട്രെയിൻ. ഓക്കെ, യെസ്. അപ്പൊ എന്താ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമ്മൾ പറഞ്ഞു. അതിന്റെ ഇക്വേഷൻ അങ്ങ് എഴുതി വെച്ചാളാം. ഓക്കെ, നൗ വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ്? അതിന്റെ യൂണിറ്റ് എന്താ മക്കളെ? സ്ട്രെസ്സിന്റെ യൂണിറ്റിന് സെയിമാ, പ്രഷറിന്റെ യൂണിറ്റിന് സെയിമാ. സോ യൂണിറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിലോ പാസ്കല്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാണേ. അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ 273 ആൻഡ് 373. നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ ചെയ്ത് ഓർമ്മ ഉണ്ടോ? തെർമോഡൈനാമിക്സിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിലൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റ്യനാ. അതായത് ഒരു കാർനോട്ട് എഞ്ചിൻ ടെമ്പറേച്ചർ ഇങ്ങ് തരും. എന്നിട്ട് എന്ത് കാണാൻ ചോദിക്കും? എഫിഷ്യൻസി കാണാൻ ചോദിക്കും. ഇക്വേഷൻ എന്താ മക്കളെ? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 - T2 by T1. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, സോ എഫിഷ്യൻസി ഇൻ പെർസെന്റേജ് ആണെങ്കിൽ ഇത് ഇൻറ്റു 100 ചെയ്യണം. അപ്പൊ പെർസെന്റേജിലേക്ക് മാറും. ഇനി 100ലേക്ക് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മാർക്ക് കിട്ടും. 1 - വാട്ട് ഈസ് T2? ഇവിടെ നോക്കുക, ഇതാണ് സിങ്ക്, ഇതാണ് സോഴ്സ് ടെമ്പറേച്ചർ. സിങ്ക് ടെമ്പറേച്ചർ T2 ആണ്, സോഴ്സ് ടെമ്പറേച്ചർ T1 ആണ്. സോ 1 - T2, 273 by 373. ആൻസർ ഈസ് 373 minus 273 by 373 is equal to 100 by 373 എന്ന് വരും. ഇത്രയും പെർസെന്റേജ് അത് ഡിവൈഡ് ചെയ്ത് നോക്കുക, എത്രയാണോ ആൻസർ അത്രയുമാണ് ആൻസർ വരിക. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലടാ? റെഡി? എല്ലാവർക്കും ഓക്കെ ആണോ? റെഡി? സോ ആൻസർ ഈസ് 100 by 373 വരും. ആൻസർ ഈസ് 0.26 ഉണ്ടാകും. ഇനി പെർസെന്റേജിൽ പറയുകയാണെങ്കിൽ ഇൻറ്റു 100 ഉണ്ടാകും. സോ ഇൻറ്റു 100 ഉണ്ടാകും. സോ ഇൻറ്റു 100 പെർസെന്റേജിൽ പറയുകയാണെങ്കിൽ 26.8% ആണ്. ഇനി 0.268 എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. യെസ്, ഓക്കെ മക്കളെ, ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറഞ്ഞതൊക്കെ? സെറ്റ് ആണോ? സെറ്റ്. യെസ്.
സോ ലിസൺ അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടാ മറ്റേ ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മുടെ പിന്നെ ഫോക്കസ് ഏരിയ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ സ്റ്റീം പോയിന്റിനും അതുപോലെ തന്നെ പിന്നെ ഇതും എന്താ പറയാ മെൽറ്റിംഗ് പോയിന്റും സ്റ്റീം പോയിന്റും ഐസ് പോയിന്റും ഒരു കാർനോട്ട് എഞ്ചിന് സ്റ്റീം പോയിന്റിന്റെയും ഇതിന്റെയും പിന്നെ ഐസ് പോയിന്റിനും ഇടയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ എഫിഷ്യൻസി എത്രയെന്നുള്ളൊരു ക്വസ്റ്റ്യൻ തരുന്നു. ആ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടെമ്പറേച്ചർ തന്നു, മെറ്റോഡ് നിങ്ങൾക്ക് ടെമ്പറേച്ചർ തന്നില്ലായിരുന്നു, ഇവിടെ ഒന്നും കൂടി എളുപ്പമാക്കി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത് ഡിഫൈൻ ഐസോകോറിക് പ്രോസസ് കോർ വോളിയം. ഐസോകോറിക് പ്രോസസ് എന്താ? ഇറ്റ്സ് എ പ്രോസസ് അറ്റ് വിച്ച് വോളിയം കെപ്റ്റ് കോൺസ്റ്റന്റ്. വാട്ട് ഈസ് വർക്ക് ഡൺ ഡ്യൂറിംഗ് ദിസ് പ്രോസസ്? മക്കളെ വർക്ക് ഡൺ ഇസ് ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഇല്ല, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഇതല്ല ഇക്വേഷൻ. ഐസോകോറിക് പ്രോസസ് ആയതുകൊണ്ട് ഡെൽറ്റ വി സീറോ ആയതുകൊണ്ട് വർക്ക് ഡൺ സീറോ. സോ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു. കൊടുക്കുന്ന ഹീറ്റ് ഒക്കെ എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യും? ഇന്റേണൽ എനർജി വർദ്ധിപ്പിക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഡ്യൂറിംഗ് ദിസ് പ്രോസസ്? ക്വസ്റ്റ്യൻ എന്താണ്? വർക്ക് ഡൺ എന്താണ് ക്വസ്റ്റ്യൻ? അപ്പൊ ഒന്നുമില്ല, ഇവിടെ നിങ്ങൾ ആൻസർ സീറോ എന്ന് മാത്രം എഴുതിയാൽ മതി, ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷെ എന്തായാലും ഐസോകോറിക് പ്രോസസ് എഴുതുമ്പോൾ ഇതൊന്നും എഴുതുന്ന വൃത്തിയാണ്, ഒരു വൃത്തി ഉണ്ടാവും. ഓക്കെ, ഐസോകോറിക്കിൽ ഡെൽറ്റ വി സീറോ ആണ്, ഡെൽറ്റ വി സീറോ ആയതുകൊണ്ട് വർക്ക് ഡൺ സീറോ ആണ്. സോ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എങ്ങനെ എഴുതാം? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് എഴുതാം. യെസ് യെസ് യെസ്. എഫിഷ്യൻസിക്ക് യൂണിറ്റ് ഇല്ല, എഫിഷ്യൻസിക്ക് യൂണിറ്റ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഇത് ഞാൻ ഇന്ന് ഒരുപാട് പ്രാവശ്യം ക്ലാസ് പറഞ്ഞ കാര്യമാണ്. എന്താ? ഇഫ് ദർ ഈസ് നോ നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക് ഓൺ എ ബോഡി then the total angular momentum of that body will be conserved. ഇന്ന് ഒരുപാട് പ്രാവശ്യം ക്ലാസ് പറഞ്ഞ മക്കളെ, ഇന്ന് ടുഡേ യെസ്, ഞാൻ എല്ലാം എഴുതി. വെരി ഗുഡ് ആതിര. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ദിസ് ഈസ് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ. ദിസ് ഈസ് ഔട്ട് ഓഫ് ഫോക്കസ്. ഔട്ട് ഇത് ഔട്ട് അല്ല, പക്ഷെ ഇതിന്റെ വെച്ചത് ക്രോസ് പ്രൊഡക്റ്റ് ആണ്. അത് ചെയ്യുന്നത് നിങ്ങൾ മേ ബി നിങ്ങൾക്ക് അത് പഠിക്കുന്നത് ശരിക്കും സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിലും പഠിക്കുന്നുണ്ട്, പ്ലെയിനിലും പഠിക്കുന്നുണ്ട്. പ്ലെയിനിൽ കൃത്യമായി പഠിക്കേണ്ട സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ വന്നില്ലായിരുന്നു. എന്തായാലും ഞാൻ ചെയ്തുതരാം. ടോർക്ക് ഇസ് ഈക്വൽ ടു ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ് ഇക്വേഷൻ. നിങ്ങൾക്ക് ഫോഴ്സ് ഐ ജെ കെ ഫോംസിൽ അറിയാം, പൊസിഷൻ വെക്ടർ ആറും നിങ്ങൾക്ക് ഐ ജെ കെ ഫോംസിൽ അറിയാം. അപ്പോ അതെങ്ങനെ പ്രൊഡക്റ്റ് എടുക്കുക? ക്രോസ് പ്രൊഡക്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. പിന്നെ ആറിന്റെ ആൾക്കാര് ആറിന്റെ എന്തൊക്കെയാണ്? 1 ഇവിടെ 1 ഐ ആ വരിക, അടുത്ത് -1 ജെ ആണ് വരിക, 1 കെ ആണ് വരിക. അടുത്ത ഫോഴ്സിന്റെ ആൾക്കാര് 7 ഐ ആണ്, 3 ജെ ആണ്, -5 കെ ആണ്. സോ ഇത് ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി ഒന്നുമില്ലടാ. ആരാറ്റിൻ്റെത്? അൺനോൺ. വെരി ഗുഡ്. യെസ്, ഗുഡ്. സോ ഇത് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ മക്കളെ എന്താ വരിക നോക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ക്യാപ് ഇൻറ്റു -1 ഇൻറ്റു -5. ഐ ക്യാപ്പ് എടുക്കുമ്പോൾ ഇതും ഒഴിവാക്കിയിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ലിസൺ. എന്താ? യെസ്, അപ്പൊ ഇത് മൈനസ് എന്ത് വരും? 1 ഇൻറ്റു 3 എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത് മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു ജെ ക്യാപ്പ് ചെയ്യുമ്പോൾ ഇത് ഒഴിവാക്കുക, പിന്നെ ഇത് ക്രോസ് ചെയ്യുക, മൈനസ് ഇത് ക്രോസ് ചെയ്യുക. അപ്പൊ എന്താ? ജെ ക്യാപ്പ് ഇൻറ്റു -5, സോറി ഒഴിവാക്കട്ടെ. ഓക്കെ, ജെ ക്യാപ്പ് ഇൻറ്റു -5 ഇൻറ്റു 1 -7 ഇൻറ്റു 1. ഇനി അടുത്ത് പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു കെ ക്യാപ്പ് എടുക്കുമ്പോൾ ഇതും ഒഴിവാക്കുക. ഓക്കെ, എന്താണ്? ഇത് ഇൻറ്റു ചെയ്യുക, മൈനസ് ഇത് ഇൻറ്റു ചെയ്യുക. സോ ലിസൺ. അപ്പൊ എന്താ വരിക? കെ ക്യാപ്പ് ഇൻറ്റു 3 ഇൻറ്റു 1 -7 ഇൻറ്റു -1. സോ ദ ആൻസർ ഈസ് ഐ ക്യാപ്പ് ഇൻറ്റു 5 - 3 മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു -5 -7. That is -13 -12. Okay, now plus k cap into 3 plus 7. So the answer is 2i plus 12j plus 10k. This is the expression for torque. Torque in the magnitude alla choichu, magnitude angi modulus edukkanam illa, torque ne choichullu. So answer is 2i plus 12j plus 10k. Very good. അടുത്ത നെക്സ്റ്റ് വൺ ഈസ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇനിയൊക്കെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. ലിസൺ.
The distance traveled by a freely falling body is given by the equation y is equal to v0t minus half gt square. Using principle of dimensions, check the correctness of the equation. So ഈ ഇക്വേഷന്റെ correctness ചെക്ക് ചെയ്യണം. So y is equal to v0t minus half gt square. ഈ ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ ഈ ഡയമെൻഷൻ ഫോർമുലയും സെയിം ആകണം. ഞാൻ ഇന്നലെ ക്ലാസ് പറഞ്ഞ കാര്യമാണത്. സോ ഡയമെൻഷൻ ഫോർമുല ഫോർ y ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ എന്താ വരിക? L ആണ് വരിക. ഡയമെൻഷൻ ഫോർമുല ഫോർ v0t അതെന്താ മക്കളെ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു v0 വെലോസിറ്റി ആണ്. LT raised to minus 1 into t ന്റെ എന്താ t? ഈ ടിയും ക്യാൻസൽ ആകുമ്പോൾ അതെന്തായി? L ആയി. Now listen, dimension formula for half gt square മക്കളെ എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫിനില്ല. അപ്പൊ g ക്ക് എന്താ? LT raised to minus 2 into t square ഉണ്ട്. t square. സോ ഇത് ക്യാൻസൽ. സോ എന്താ വരിക? L എന്ന് വരും. സോ നമുക്ക് അടുത്തതിൽ എഴുതുക എന്ത്? ഡയമെൻഷൻ ഫോർമുല ഓഫ് y is equal to dimension formula of എന്താ? v0t is equal to dimension formula of half gt square. So the equation is dimensionally correct. Ready? Okay? Simple question ആണ്. എന്താ മക്കളെ? എന്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് ചിന്തിക്കാൻ പോയില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒറ്റൊന്നുമില്ല. അടുത്ത് ഡിഫൈൻ ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ്. എന്താ ആവറേജ് വെലോസിറ്റി പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. So ratio between total displacement and total time ആണ് average velocity. Equation ഇതൊക്കെ average velocity is equal to total displacement by total time. അടുത്ത average speed എന്താ? Is the ratio between total distance and total time. So average speed is equal to total distance by total time എന്ന് വരും. ശരിയല്ലേ? Okay. So ഇത് പറഞ്ഞു. Next one is draw the position time graph of a body having zero acceleration. Acceleration 0 ആണ്. ആക്സിലറേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്താടാ? കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് യൂണിഫോം വെലോസിറ്റിയിൽ പോകുന്ന ഒരു ബോഡിയുടെ ഗ്രാഫാണ്. എന്ത് ഗ്രാഫാ? പൊസിഷൻ ടൈം ഗ്രാഫാ വേണ്ടത്. യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക, സ്ട്രെയിറ്റ് ലൈൻ ആണ് ഉണ്ടാവുക. ഇങ്ങനെ വരച്ചാൽ മാർക്കായി. ഇങ്ങനെയാണെങ്കിലും ഇങ്ങ് മാർക്ക് കിട്ടും. ഇതിൽ ഏത് വരച്ചാലും ഇങ്ങ് മാർക്ക് കിട്ടും. യു ഗോട്ട് ഇറ്റ്. ഒന്ന് വരച്ചാൽ മതി, എല്ലാം കൂടി വരക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, സേ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. താഴെ കൊടുത്ത സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആണോ ഫോൾസോ, ശരിയോ തെറ്റോ? കൈനറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ വെലോസിറ്റി ഓഫ് ദി ബോഡി. കൈനറ്റിക് ഫ്രിക്ഷൻ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യോ? ഇല്ല. കൈനറ്റിക് ഫ്രിക്ഷന്റെ ഇക്വേഷൻ എന്താ? മ്യൂ കെ ഇൻറ്റു ആർ എന്നാണ്. സോ കൈനറ്റിക് ഫ്രിക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല? വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതുകൊണ്ടല്ലേ മക്കളെ, അതുകൊണ്ടല്ലേ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ വന്നത്. ഇങ്ങനെ വന്നില്ലേന്നോ ഗ്രാഫ്? ദ ഫ്രിക്ഷണൽ ഫോഴ്സ്, ദ അപ്ലൈഡ് ഫോഴ്സ്. സോ ഗ്രാഫ് വിൽ ബി ലൈക്ക് ഗ്രാഫ് ദ ഇങ്ങനെ ഗ്രാഫ് വന്നിരുന്നല്ലേ, ഇങ്ങനെ ഗ്രാഫ് വന്നിരുന്നല്ലേ. ഇത് കൈനറ്റിക് ഫ്രിക്ഷന്റെ കേസാണ്. കൈനറ്റിക് ഫ്രിക്ഷനിൽ ആ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഫ്രിക്ഷനിൽ വേരിയേഷൻ ഉണ്ടാവില്ല. സെയിം എന്താ പറയാ, ഫ്രിക്ഷൻ ആ വരിക. വെലോസിറ്റി കൂടിയാലും കുറഞ്ഞാലും ഒന്നും ഫ്രിക്ഷൻ മാറില്ല. ഓക്കെ, സോ സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത അപ്പൊ എന്താണ്? ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ? ഡിപ്പെൻഡ്സ് ഓൺ വെലോസിറ്റി. ഇത് ഫോൾസ് ആണ്, ഡിപ്പെൻഡ് ചെയ്യൂല, ഫോൾസ് ആണ്. അടുത്ത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. പഠിച്ചതാണ്, സ്റ്റാറിൽ പഠിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഏരിയ ഓഫ് കോണ്ടാക്ടിന് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് കോണ്ടാക്ടിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അത് കറക്റ്റ് ആണ്. മൂന്നാമത്തെ എന്താ മക്കളെ? കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. കറക്റ്റ് ആണ്. കൈനറ്റിക് ഫ്രിക്ഷൻ FK ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. അത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെങ്കിലും കൈനറ്റിക് ഫ്രിക്ഷൻ ആണെങ്കിലും, സ്റ്റാറ്റിക്കില് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണെങ്കിലും, കൈനറ്റിക് ഫ്രിക്ഷൻ ആണെങ്കിൽ ഡൈനാമിക് ഫ്രിക്ഷൻ ആണെങ്കിലും അത് ഡിപ്പെൻഡ് ചെയ്യുക നോർമൽ റിയാക്ഷന്റെ മാത്രമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. State Newton's law, second law of motion. And the second law of motion, the rate of change of linear momentum of a body is directly proportional to the net external force on that body. ഒരു ബോഡിയിലുള്ള നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ആ ബോഡിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് പ്രൊപ്പോർഷണൽ ആണ്. അതാണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അടുത്ത് using a derive an equation for force. So F external is proportional to dp by dt ആണ്. From here F external is equal to k into dp by dt ആണ്. k ന്റെ വാല്യൂ 1 എന്ന് കൊടുത്തോ.
So F external is equal to d by dt of p എന്ന mass into velocity. Mass പുറത്തേക്ക് എടുത്താൽ dv by dt എന്ന് വരും. This is acceleration. So F external is equal to m into acceleration. So F is equal to ma. Equation ഉണ്ടാക്കി. എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആ മക്കളെ, എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെ പബ്ലിക് എക്സാമിനേഷന് ചോദിച്ചാൽ നിങ്ങൾ കഴിച്ചിലായി. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരുന്ന എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ, അത്രേ ചോദിക്കുള്ളൂ. ഓക്കെ, എന്നാ തന്നെ മിക്ക കൂട്ടിലും അട്ടത്ത് നോക്കിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്? റൊട്ടേഷൻ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലെ. റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഇൻ ലീനിയർ മോഷൻ. ലീനിയർ മോഷനിലെ ഫോഴ്സിന് ബദലായിട്ട് റൊട്ടേഷണൽ മോഷനിൽ ഉപയോഗിക്കുന്ന ആൾ ആരാണ്? ഒന്നുമില്ല മക്കളെ, ടോർക്ക്. It is difficult to close or open door by applying force at the hinges. ഇത് ഡോർ ആണ് എന്ന് വിചാരിക്കുക, അത് ഡോർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോറി, ഇത് നമ്മുടെ ഡോർ ആണ്. ഈ ഡോർ ഈ ഡോറിന്റെ ഹിഞ്ചസ് ഈ ഡോറിന്റെ ഹിഞ്ചസ് ഇവിടെയാണ് ഡോറിന്റെ ഹിഞ്ചസ് ഉള്ളത്. ഇത് ഡോറിന്റെ ഹിഞ്ചസ് ഇവിടെ ഡോറിന്റെ ഇഞ്ച്, ഇവിടെ ഇഞ്ചാണ്. ഇത് ഇങ്ങനെയാണ് മക്കളെ എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അപ്പൊ പറഞ്ഞെന്താണ്? ഡിഫിക്കൽട്ട് ടു ക്ലോസ് ഓർ ഓപ്പൺ. ഡോർ ഓപ്പൺ ആക്കലും തുറക്കലും ഇമ്പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആണ്. എവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട്? ഹിഞ്ചിലല്ല ഫോഴ്സ് കൊടുക്കുക. ഫോഴ്സ് കൊടുക്കുക ഇവിടെയാണ് ഫോഴ്സ് കൊടുക്കുക. ശരിയല്ലേ? എന്താ കാരണം? when we apply force at the hinges then its torque becomes minimum. ടോർക്ക് ഉണ്ടായാലേ ഡോർ റൊട്ടേറ്റ് ചെയ്യുള്ളൂ, തുറക്കുള്ളൂ. ഓക്കെ, അപ്പോ ഫോർ ദ ഓപ്പണിംഗ് ഓഫ് ഡോർ there should be a torque. Okay, there should be a sufficient amount of torque. If we apply the force at the hinges, then there will not be any sufficient amount of torque on that door, so it will not open or close it. ടോർക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ടോർക്ക് മിനിമം എന്ന് പറഞ്ഞാൽ മതി. കാരണം ടോർക്ക് ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഫോഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യും, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സ്ഥലത്തെയും ഡിപ്പെൻഡ് ചെയ്യും, ആ ഫോഴ്സും ആറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയും ഡിപ്പെൻഡ് ചെയ്യും. കൃത്യമായി പഠിച്ച കാര്യങ്ങളാ. ഓക്കെ, സോ നല്ലൊരു ക്വസ്റ്റ്യൻ. ഇതൊരു കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് കാണാൻ പറ്റിയല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഇത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ഡിസ്ക് ഓഫ് മാസ് m and radius r about an axis passing through center and perpendicular. ഓക്കെ, അപ്പൊ സാധനം എന്താണ്? ഡിസ്ക് ആണ്. ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക് ആണ്. ഇതിൽ കൂടെ ഇതാണ് ആക്സിസ്. ഓക്കെ, സോ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ mr²/2 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചത് എന്താ? റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇൻ ദിസ് കേസ്. റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാൻ m ഒഴിവാക്കി ബാക്കിയുള്ള ആളെടുത്താല് അത് റേഡിയസ് ഓഫ് ഗൈറേഷന്റെ സ്ക്വയർ ആയിരിക്കും. സോ ഫ്രം ഹിയർ k is equal to r/√2. ഇന്ന് ഞാൻ ഇതേ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, യൂസിംഗ് തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് derive an equation for moment of inertia of the of disk about a diameter. ഇത് നമ്മൾ ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, എന്താ? the moment of inertia of a planar body about an axis passing perpendicular to its plane is equal to the sum of moment of inertia of two perpendicular axes which lie in the same plane and concurrent with the given perpendicular axis. നമ്മൾ പറഞ്ഞ കാര്യമാണ്, സിമ്പിൾ ആണ്. എത്രയോ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം ക്ലാസ്സിൽ അല്ലേ. ഓക്കെ, സോ അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം മൊമെന്റ് ഓഫ് ഇനർഷ്യക്ക്. എന്താണ് മക്കളെ? ഡയമെട്രിക്കലി ഉള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊന്ന് വരയ്ക്കുക. ഇതൊക്കെ അന്ന് ക്ലാസ് പറഞ്ഞ മക്കളെ, ഇത് അന്ന് ക്ലാസ് പറഞ്ഞതാ. ഓക്കെ, ഇങ്ങനെ ആക്സ് വരയ്ക്കുക. ഈ ആക്സിസ് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നത് അല്ലെ. ഈ ആക്സ് ആണ് തന്നത്. സോ ഇത് ഡി ഡാഷ് എന്ന് കൊടുത്തോ, ഇത് ഡി ഡാഷ് എന്ന് കൊടുത്തോ, ഇത് എ ബി എന്നോ എക്സ് വൈ എന്നോ എന്തോ കൊടുത്തോ. സോ റിക്വയർഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ഡി ഡാഷ് അല്ലെ. അപ്പൊ എന്താ? ഐ എ ബി ഇസ് ഈക്വൽ ടു ഐ ഡി ഡി ഡാഷ് പ്ലസ് ഐ ഡി ഡി ഡാഷ് എന്ന് വരും. സോ 2i d dash is equal to I a b എന്ന് വരും. From here what is I d d dash? I a b by 2 വരും. That is equal to I a b എന്താ? m r square by 2. അത് by 2 വരും. എന്താ? m r square by 4 is the right answer. അപ്പൊ എന്താണ് m r square by 4? സിമ്പിൾ ഡെറിവേഷൻ. ക്ലിയർ അല്ലേ? m r square by 4. ഓക്കെ, നെക്സ്റ്റ് അടുത്തത്, ഡിഫൈൻ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് സാറ്റലൈറ്റ്. സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ വെലോസിറ്റി ഡിഫൈൻ ചെയ്യാൻ മക്കളെ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ. അപ്പൊ ഇത് എർത്ത് ആണ്. എർത്തിന് ചുറ്റും ആർ റിവോൾവ് ചെയ്യാറുണ്ട്. നമ്മുടെ ഇത് സാറ്റലൈറ്റ്സ് റിവോൾവ് ചെയ്യാറുണ്ട് എർത്തിന് ചുറ്റും. ശരിയല്ലേ? ഓക്കെ, ആ സാറ്റലൈറ്റ്സിന്റെ സ്പീഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഓർബിറ്റൽ വെലോസിറ്റി എന്ന് വിളിക്കുക അല്ലെ. സോ വാട്ട് ഈസ് ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് സാറ്റലൈറ്റ്?
It is the velocity with which satellites revolve around the planets ആണ്. Okay, so listen എന്താണ്? It is the velocity with which satellite revolves around the planet. അതാണ് എന്ത് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി ഓർബിറ്റൽ വെലോസിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കണം മക്കളെ. ഓർബിറ്റൽ വെലോസിറ്റിക്ക് എക്സ്പ്രഷൻ ഉണ്ടാക്കൽ ഇങ്ങനെയാണ്. ഈ സാറ്റലൈറ്റിന്റെ മാസ് സ്മോൾ എം, പ്ലാനറ്റിന്റെ മാസ് ക്യാപിറ്റൽ എം. ഈ പ്ലാനറ്റിന്റെ സർഫസ് നിന്ന് h ഹൈറ്റിലാണ് സാറ്റലൈറ്റ് ഉള്ളതെന്ന് വിചാരിക്കുക. കൂടാതെ ഇവന്റെ റേഡിയസ് ആറാന്നും വിചാരിക്കുക. ഇനി മക്കളെ ശ്രദ്ധിക്ക്, ഈ സാറ്റലൈറ്റിന് പ്ലാനറ്റിന് ചുറ്റും റിവോൾവ് ചെയ്യാൻ ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കൽ ആരാണ്? അതാരാണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുക ആ എർത്തും അല്ലെങ്കിൽ ആ പ്ലാനറ്റും ആ സാറ്റലൈറ്റും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് പറയാ? ഇവന്റെ സ്പീഡ് v0 എന്ന് വിചാരിക്കുക, ഓർബിറ്റിൽ വെച്ച് v0. സോ നമുക്ക് പറയാം m v0 സ്ക്വയർ ബൈ റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഓർബിറ്റൽ റേഡിയസ് ആയിരിക്കേണ്ടി കേട്ടോ. ഓക്കെ, കാരണം ഇയാൾ കറങ്ങുന്ന സെന്റർ ഏതാണ്? ഇയാൾ കറങ്ങുന്ന പാത്തിന്റെ സെന്റർ ഈ സെന്ററാ വരിക. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് റേഡിയസ് വരുമ്പോ എന്താ? r പ്ലസ് h mv സ്ക്വയർ ബൈ r i ഇസ് ഈക്വൽ ടു, ഇതാണ് ആ സാറ്റലൈറ്റിന് ഉണ്ടാകുന്ന എന്ത് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അത് കൊടുക്കേണ്ട ആരാണ്? കൊടുക്കേണ്ട ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ planet and satellite. So that is g into m by distance r plus h ഉണ്ട്, അതിന്റെ ഹോൾ സ്ക്വയർ ഉണ്ടാകും. ഇത് ക്യാൻസൽ, ഇത് ക്യാൻസൽ. സോ mv സ്ക്വയർ mvo or v എന്താ? ഓർബിറ്റൽ വെലോസിറ്റി is equal to എന്താ? g. ഇവിടെ നമുക്കൊരു m ഉം ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ആ കൂടി ക്യാൻസൽ ആവുമ്പോൾ എന്താ മക്കളെ വരിക? പറ vo square is equal to gm by r plus h. ഇവിടുന്ന് vo is equal to root of gm by r plus h എന്ന് എഴുതാം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ വേറുണ്ട്. if orbit is minimum orbit പറഞ്ഞാൽ സാറ്റലൈറ്റ് എർത്തിന്റെ അടുത്താണ്. സാറ്റലൈറ്റ് എർത്തിന്റെ അടുത്താണെങ്കിൽ h is എന്താണ്? r plus h അപ്രോക്സിമേറ്റ്ലി നമുക്ക് 6 എന്ന് എഴുതാം. ഓക്കെ, അതിനെ മിനിമം ഓർബിറ്റ് എന്നാ വിളിക്കാം. മിനിമം ഓർബിറ്റ് ആണെങ്കിൽ r plus h 6 ആകുമ്പോ ഓർബിറ്റൽ വെലോസിറ്റി റൂട്ട് ഓഫ് gm by r plus h r എന്ന് വരും. ഇനി g is equal to gm by r സ്ക്വയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടുന്ന് gr സ്ക്വയർ is equal to എന്താണ്? gm ആണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ മക്കളെ വരിക? ദാറ്റ് ഈസ് v ഓർബിറ്റൽ is equal to root of gr സ്ക്വയർ by r എന്ന് വരും. r ക്യാൻസൽ, സോ റൂട്ട് ഓഫ് gr. ഇതും അതിന്റെ ഇക്വേഷൻ ആണ്. മിനിമം ഓർബിറ്റ് കൂടെ, അതായത് ഏറ്റവും അടുത്ത ഓർബിറ്റ് കൂടെ സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്പീഡിന്റെ ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് gr അല്ലെങ്കിൽ റൂട്ട് ഓഫ് gm ബൈ ക്യാപിറ്റൽ R. ഇതെന്താ? ജനറൽ ഇക്വേഷനാ. ഏത് ഹൈറ്റിൽ പോവാണെങ്കിലും, നല്ല ഹൈറ്റ് പോവാണെങ്കിലും എന്താണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. പക്ഷെ അടുത്ത് വളരെ അടുത്ത് പ്ലാനറ്റിന്റെ വളരെ അടുത്താണ് ഈ സാറ്റലൈറ്റ് ഉള്ളത് എങ്കിൽ നമുക്ക് റൂട്ട് ഓഫ് gm ബൈ r റൂട്ട് സ്മോൾ gr ഒക്കെ ഉപയോഗിക്കാം. നോ ഇഷ്യൂസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ശ്രദ്ധിക്കുക, ഇത് ഔട്ട് ഓഫ് ഫോക്കസ് ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ എടുക്കാം, അതിനുവേണ്ടി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. റെഡി? ഓക്കെ, ഇതൊക്കെ ഭയങ്കര രസ ടോപ്പിക്സ് ചെയ്യും മക്കളെ. യെസ്, ഓക്കെ ഫൈസൽ ഇതാ വളരെ സിമ്പിൾ ആണെന്നൊക്കെ പറയുന്നുണ്ട്. വെരി ഗുഡ്. ലിസൺ പ്ലീസ്. റൈറ്റ് എനി ടു പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. മക്കളെ, മിസ്റ്റർ സാം ടി കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് 7 എണ്ണം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, എവറി ഗ്യാസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ്. ഓക്കെ, പിന്നെ എന്ത് പറയാം? ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. അത് പറയാം. 2 എണ്ണം ചോദിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. മിസ്റ്റർ സാം ടി കെയിൽ 7 എണ്ണം ഉണ്ട്, ആ 7 എണ്ണത്തിൽ ഏതും നിങ്ങൾ പറയാം. ഓക്കെ, സോ നെക്സ്റ്റ്, റൈറ്റ് an equation for average kinetic energy of a molecule in terms of absolute temperature. So average kinetic energy of molecule is equal to മക്കളെ 3/2 kBT. ഇതാണ് ഇക്വേഷൻ. You got it? Okay. Yes. സഫ അബൂബക്കർ ദാ പറയുന്നു ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് വന്നു. ഞാൻ ഇപ്പൊ പറയായിരുന്നു സഫ, നമ്മൾ ചെയ്ത അത്രയധികം മാർക്കിന് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയി ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 55 മാർക്കിന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തെന്ന് മാത്രം, ഇന്നലെ ഇന്നുമായി ഡിസ്കസ് ചെയ്തത് മാത്രം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ,
സോ എനിവേ വെരി ഗുഡ് പെർഫോമൻസ്. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാം മക്കളെ. ശ്രദ്ധിക്കുക, ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ, പക്ഷെ സിമ്പിൾ സാധന. ശ്രദ്ധിക്കടാ, എന്താ ചോദിച്ചത്? A and B are two vectors acting at an angle theta as shown in figure. Redraw the figure. Redraw ചെയ്തു. Figure redraw ചെയ്തു. Okay, എന്നിട്ടോ and mark the resultant vector. So resultant vector ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ പാരലോഗ്രാം ലോ ഇങ്ങനെ വരച്ചു. ഇതാണ് മക്കളെ എന്തുതാ ഞാൻ ഇവിടെ വരക്കാൻ പോകുന്ന, ഇതാണ് മക്കളെ എന്ത്? റിസൾട്ടന്റ് വെക്ടർ. This is vector A, this is vector B, this is vector A, this is vector B, and this is resultant vector A plus B. ഇങ്ങനെ എഴുതിയാൽ ഇതിന്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടി. അടുത്ത് write the magnitude of resultant vector R. Resultant vector R ന്റെ magnitude കാണണം. So resultant vector mod R is equal to equation ഉണ്ട് root of mod A square plus mod B square plus 2 mod A mod B cos theta. ഇതാണ് റിസൾട്ടന്റിന്റെ ഇക്വേഷൻ. ആ എഴുതിയാൽ ഒരു മാർക്ക് കിട്ടും, ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി തീറ്റ ആയതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ആർ ലൈവ് പറയുന്നുണ്ട് എക്സാം വളരെ എളുപ്പമായിരുന്നു, താങ്ക് യു പറയുന്നുണ്ട്. യെസ്, ഗുഡ് പെർഫോമൻസ്. ഓക്കെ, നൗ ലിസൺ. അടുത്തത് നോക്ക് മക്കളെ, എന്താണ്? ടു ഫോഴ്സസ് എ ആൻഡ് ബി ഓഫ് മാഗ്നിറ്റ്യൂഡ്സ്. ഇത് ഔട്ട് ഓഫ് ഫോക്കസ് ചെയ്യട്ടെ മക്കളെ. ഇത് ഈ ക്വസ്റ്റ്യൻ. Two forces A and B of magnitude 6. Okay, 6 Newton and 8 Newton acts perpendicular. 6ഉം 8ഉം perpendicular ആയി ആക്ട് ചെയ്യുകയാണെങ്കിൽ find the magnitude of resultant force. ഇവിടുത്തെ റിസൾട്ടന്റ് ഇങ്ങനെ ഉണ്ടാവുക മക്കളെ. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആയി ആക്ട് ചെയ്യുകയാണെങ്കിൽ അവർ റിസൾട്ടന്റ് വെക്ടർ കാണാൻ റൂട്ട് ഓഫ് ഒരുത്തന്റെ സ്ക്വയർ പ്ലസ് അടുത്തോന്റെ സ്ക്വയർ ഇസ് ഈക്വൽ റൂട്ട് ഓഫ് 36 പ്ലസ് 64. ആൻസർ ഈസ് റൂട്ട് 100. ദാറ്റ് ഈസ് 10 ആണ് മക്കളെ. 10 ന്യൂട്ടൺ ആ മക്കളെ എന്ത് വരിക? റിസൾട്ടന്റ് വരിക. എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആ മക്കളെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ V0 വെലോസിറ്റി ആണ് ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ. ഡിറൈവ് ഇക്വേഷൻ ഫോർ മാക്സിമം ഹൈറ്റ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇന്ന് ഞാൻ പറഞ്ഞതാണ് ചോദിക്കുന്നുള്ള കാര്യം. ഓക്കെ, സോ അത് ചോദിച്ചു. സിമ്പിൾ, നേരെ ഡിറൈവ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സമയം എടുക്കും. നെക്സ്റ്റ്, ഡിഫൈൻ ഇമ്പൾസീവ് ഫോഴ്സ്. എന്താ മക്കളെ? വാട്ട് ഈസ് ഇമ്പൾസീവ് ഫോഴ്സ്? Impulsive force can be defined as the measure of large quantity of force acting on a body for a short intervals of time. നമ്മൾ ഒരു ഫുട്ബോൾ കിക്ക് ചെയ്യുന്നത്, ഒരു ക്രിക്കറ്റ് ബോളിനെ അടിച്ചു തെറിപ്പിക്കുന്ന ഒക്കെ എന്താണ്? ഇമ്പൾസീവ് ഫോഴ്സിന് എക്സാമ്പിൾസ് ആണ്. വലിയ ഫോഴ്സ് ഷോർട്ട് ഇന്റർവൽസ് ഓഫ് ടൈമിൽ എന്ത് ചെയ്യാം മക്കളെ? ആക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞാല് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാല്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഫുട്ബോൾ കിക്കിംഗ്. ഓക്കെ, എന്താണ് ക്രിക്കറ്റ് ബോൾ എന്ത് ചെയ്യുക? അടിച്ചേർപ്പിക്കുന്ന കേസൊക്കെ പറയാം. അങ്ങനെ എന്താ പറയാ, സഡൻ ആയി ഫോഴ്സ് ആക്ട് ചെയ്യുന്ന എല്ലാ കേസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പിന്നെ ഒരു ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്യുക, സഡൻ ആയി ക്യാച്ച് ചെയ്യുക വിത്തൗട്ട് ലോവറിംഗ് ഹിസ് ഹാൻഡ്. അതും എന്താ? അവിടെ എന്താ? ഇമ്പൾസീവ് ഫോഴ്സ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാ. ഏത്? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. A batsman hit back a ball straight in the direction of bowler without changing its initial speed. ഒരു ബോൾ ഇതാ ഇങ്ങനെ വരുന്നു, ഒരു ബാറ്റ് ഉപയോഗിച്ചിട്ട് അത് തട്ടിത്തെറിപ്പിക്കുന്നു. അത് 12 മീറ്റർ പെർ സെക്കൻഡിലാണ് വരുന്നത്. അത് തട്ടിത്തെറിപ്പിച്ച് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് തന്നെ പോകുന്നു. എത്രയിൽ? 12 മീറ്റർ പെർ സെക്കൻഡിൽ തിരിച്ചു പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിൻ ദ ഇമ്പൾസ് ഇംപാർട്ടഡ് ടു ദ ബോൾ കാണാൻ പറഞ്ഞു. ഇമ്പൾസ് എങ്ങനെ മക്കളെ കാണുക? ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ദാറ്റ് ഈസ് mv മൈനസ് mu ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു m into v minus u ആണ്. That is equal to m എത്രയാ? 0.15 ആണ്. v എത്രയാ? This is minus 12 minus and this one is plus 12. That is equal to 0.15 into 2 into minus 12 എന്ന് വരും. That is equal to minus 0.15 into 24 എന്ന് എഴുതിയാൽ മതി. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം, ആൻസർ ആയി. That's it. Okay, yes. Okay. Yes. അടുത്തത് next one is state the principle of conservation of mechanical energy. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഇത് പഠിക്കണം, ഇത് ചോദിക്കാറുണ്ട് അല്ലേ? എന്താണ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി? എന്താ? എനർജി can neither be created nor be destroyed. It can transform from one form to another form. അത് പഠിച്ചാൽ മതി. പ്രിൻസിപ്പിൾ ആയി.
Prove the principle of conservation of mechanical energy in case of freely falling body. ഒരു ബോഡി താഴേക്ക് വരുന്ന കേസിൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നു, ഇന്ന് പറഞ്ഞതാലേ, അത് പ്രൂവ് ചെയ്ത 3 മാർക്കാ മക്കളെ. വാരിക്കോരി അങ്ങക്ക് മാർക്ക്, വാരിക്കോരി. ഓക്കെ, നെക്സ്റ്റ്, derive an equation for the potential energy of a structured string. ഓക്കെ, ഒരു സ്ട്രക്ചർഡ് സ്ട്രിംഗിൽ സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് K is equal to half. പൊട്ടൻഷ്യൽ എനർജി അല്ലേ, നമുക്ക് ഒരു കാര്യം ചെയ്യാം, പൊട്ടൻഷ്യൽ എനർജി P തന്നെ കൊടുത്തോ, അല്ലെങ്കിൽ EP എന്ന് കൊടുത്തോ, എന്തായാലും കുഴപ്പമില്ല. EP is equal to half kx square. ഓക്കെ, ഇത് ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറെ ഉണ്ട്. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്റഗ്രേഷൻ മെത്തേഡിലൊക്കെ ചെയ്യാണ്ട്. അപ്പൊ ആദ്യം നമ്മൾ അവിടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ആദ്യം സ്പ്രിംഗിൽ സ്റ്റോർ ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിനെ കുറിച്ച് ധാരണ വേണം. ഓക്കെ, സ്പ്രിംഗിൽ സ്റ്റോർ ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ്, സ്പ്രിംഗ് കോൺസ്റ്റന്റ്, അങ്ങനെ കുറെ ടേമുകൾ പഠിക്കാണ്ട്. സോ കുറെ സമയം എടുക്കും, അതുകൊണ്ട് ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആർക്കെങ്കിലും ഇത് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരും. ഓക്കെ, എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിംഗിന്റെ ഡെറിവേഷൻ വേണമെങ്കിൽ സിമ്പിൾ ആണ്, സൂപ്പർ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ ഞാൻ ഇപ്പൊ സ്കിപ്പ് ചെയ്യാണ്, ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ. നൗ അതിന്റെ ഗ്രാഫൊക്കെ ശരിക്കും ഇങ്ങനെയാണ് വരിക, ഈ രീതിയിലേക്കാണ് ഗ്രാഫൊക്കെ വരിക, ലൈക്ക് ദിസ്, ഇങ്ങനെ ഗ്രാഫ് വരിക. പക്ഷെ നിങ്ങൾക്ക് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ആയതുകൊണ്ട് വേണ്ട. ഓക്കെ, ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അടുത്ത നെക്സ്റ്റ് വൺ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. നെക്സ്റ്റ് വൺ ഈസ് യെസ്, റൈറ്റ് ദ ഇക്വേഷൻ കണക്ടിങ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. മക്കളെ, G is equal to gm/r². ഇക്വേഷൻ എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. ഡിറൈവ് ചെയ്യാൻ പറഞ്ഞില്ല. ഡിറൈവ് an equation for acceleration gravity depth ഉള്ള അടാ g'/g is equal to 1 - g/r. ഈ ഇക്വേഷൻ ഉണ്ടാക്കിയ 3 മാർക്കാ. എന്ത് സിമ്പിൾ ആടാ. ശരി, കാര്യമുണ്ട്, ഡെൻസിറ്റിന്റെ ഇക്വേഷൻ വെച്ച് മുന്നേറണം. rho is equal to 3g/4πrg ല്ലേ, ഇവിടുന്ന് G is equal to 4πr rho g/3. ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ g'/g പറഞ്ഞിനി. സിമ്പിൾ, 3 സ്റ്റെപ്പിൽ ആൻസർ ആണ് മക്കളെ. G' എന്താ, 4πr - d into rho g/3 എന്നുണ്ടാവും. ഇതിനാണ് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്താ കിട്ടുക, g'/g is equal to r - d/r എന്നുണ്ടാവും. that is 1 - d/r. G is equal to g' is equal to g into 1 - d/r എന്നുണ്ടാവും. that's all, സിമ്പിൾ. 4 സ്റ്റെപ്പിൽ ആൻസർ ആ മക്കളെ. അറിയുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇല്ലാത്തവരും മേലോട്ട് നോക്കി നിൽക്കും. നെക്സ്റ്റ് വൺ ഈസ് പാസ്കൽസ് ലോ. മക്കളെ ശ്രദ്ധിക്ക്, പാസ്കൽസ് ലോ. ഞാൻ അങ്ങോട്ട് പറഞ്ഞു പാസ്കൽസ് ലോ പഠിക്കണം. ഇന്ന് ഞാൻ പറഞ്ഞു പോകാൻ നേരത്ത് പാസ്കൽസ് ലോ പഠിക്കണം. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രോബ്ലം ചെയ്യണം. അത് രണ്ടും ഞാൻ പറഞ്ഞ ഞങ്ങൾ വിട്ട് അത് കേട്ടിട്ടുണ്ടെങ്കിൽ, അത് മാത്രമല്ല ബെർണോളി പ്രിൻസിപ്പിളും പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 5 മാർക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് മാത്രം പഠിച്ച കുട്ടിക്ക് 9 മാർക്ക് കിട്ടും. ഞാൻ ലാസ്റ്റ് നിങ്ങൾ പഠിച്ചേ പോകാവൂ എന്ന് പറഞ്ഞ് മാത്രം പഠിച്ചാൽ നമുക്ക് 9 മാർക്ക് സെറ്റ്, അവരൊന്നുമില്ല. നെക്സ്റ്റ്, ഹൈഡ്രോളിക് ഓട്ടോമൊബൈൽ ലിഫ്റ്റ് ഇസ് ഡിസൈൻഡ് ടു ലിഫ്റ്റ് എ കാർ വിത്ത് മാക്സിമം മാസ് ഓഫ് 3000 കിലോഗ്രാം. അപ്പോ എടാ മക്കളെ, ഹൈഡ്രോളിക് ഓട്ടോമൊബൈൽ, അപ്പൊ ഇങ്ങനെ കാണിക്കാം, നമുക്ക് ലിഫ്റ്റിനെ ഇങ്ങനെ കാണിക്കാം, ലൈക്ക് ദിസ്. ഓക്കെ, നമ്മുടെ കാറ് ഇവിടെ നിർത്തുക അല്ലെ, നിർത്തുക. അപ്പൊ ഇവന്റെ മാസാണ് എത്ര, 3000 കിലോഗ്രാം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി പിസ്റ്റൺ കാരിങ് ലോഡ് ഈസ്, ഇവിടുത്തെ ഏരിയ എത്രയാ മക്കളെ, ഇത് നമുക്ക് A2 എന്ന് കൊടുക്കാം. A2 is 425 centimeter square. What is the maximum pressure would the smaller piston have to bear? Okay, so ഇവിടെ എത്ര പ്രഷർ ആണ് മക്കളെ എന്ത് ചെയ്യേണ്ടത്, വേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എടാ മക്കളെ ശ്രദ്ധിക്ക്, ഇവിടെ എത്ര പ്രഷർ ഡെവലപ്പ് ചെയ്യോ, ഇവിടെ എത്ര പ്രഷർ ആവശ്യമുണ്ടോ അത്രയും പ്രഷർ ഇവിടെ കൊടുക്കണം. കാരണം ഇവിടെ കൊടുക്കുന്ന പ്രഷർ ആണ് ഇതിൽ കൂടെ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോവുക, ശരിയല്ലേ? ആ പ്രഷർ ഇവിടെ കിട്ടും. ആ പ്രഷർ കിട്ടുമ്പോ ഈ സാധനം മുകളിലേക്ക് പൊങ്ങണം. അപ്പൊ എത്ര പ്രഷർ ഇവിടെ ആവശ്യമുണ്ട് ചോദിച്ചാല്, പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3000 എന്നുള്ള 3000 ഇൻറ്റു മാസ് ആണത് അല്ലെ, ഇൻറ്റു ജി ചെയ്യാം. മാസ് ഇൻറ്റു ജി ബൈ ഏരിയ 425 10⁻⁴ മീറ്റർ സ്ക്വയർ. സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 10⁻². സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കാൻ 10⁻⁴. സോ -4 ജി 10 എന്ന് കൊടുത്തോ, സോൾവ് ചെയ്യാം. അപ്പൊ അത്രയും പ്രഷർ ആണ് എന്ത്, ദാറ്റ് ഈസ് എ പ്രഷർ അല്ലെങ്കിൽ മാക്സിമം പ്രഷർ വുഡ് ദ സ്മോളർ പിസ്റ്റൺ ഹാവ് ടു ബിയർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. യെസ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാം മക്കളെ. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളി പ്രിൻസിപ്പിൾ. അത് ഞാൻ ഇനി പ്രൂവ് പറയേണ്ട ആവശ്യമില്ല.
ഇത് പഠിക്കണം ഞാൻ നിർബന്ധമായി പറഞ്ഞാലേ എന്താ സ്റ്റേറ്റ് ചെയ്യുക, പ്രൂഫ് ചെയ്യാൻ പറയുന്നില്ല, അത് നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ മതി. എന്താണ് സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ്? സ്റ്റേറ്റ് ചെയ്യും മക്കളെ. എന്താ ബെർണോളി പ്രിൻസിപ്പിൾ? എന്താ? ഫോർ an ideal fluid flow, the sum of, okay, the total sum of pressure energy, kinetic energy, potential energy per unit volume, okay, will be a constant throughout its displacement. Okay, അതാണ് ബെർണോളി പ്രിൻസിപ്പിൾ. ഇക്വേഷൻ എഴുതി വെക്കണം. P plus half rho v square plus h rho g is equal to a constant. പിന്നെ അത് പ്രൂവ് ചെയ്യാം. ഓക്കെ, 5 മാർക്സ് കിട്ടും. 5 or 4 or 4 മാർക്സ്. ഓക്കെ, now listen. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് കഴിഞ്ഞു. ഈ തെർമൽ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. എന്താ മക്കളെ പറയാം? ഫ്രം 0 degree to 4 degree, okay, the volume of water decreases when we increase the temperature from 0 degree to 4 degree, and the volume of water decreases and its density increases. You got it? ആ ഒരു കാര്യം കൃത്യമായി പറയാം. at 4 degree Celsius water will have minimum volume and maximum density. ഈ കാര്യങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. That's all. Okay, and when we increase the temperature degree ഉള്ള സ്റ്റീം ആക്കി മാറ്റാൻ നിങ്ങൾക്ക് എത്ര ഹീറ്റ് വേണം? ഹീറ്റിന്റെ ഇക്വേഷൻ ഒക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു പഠിപ്പിച്ചതാ, ഇന്നലെയും ഇന്നും അല്ല, മുമ്പത്തെ ക്ലാസ്സിൽ. ഓക്കെ, എന്താ മക്കളെ? Q is equal to ms delta t. ഇത് ടെമ്പറേച്ചർ മാറുന്ന കേസിലുള്ള ഹീറ്റ് കാണുന്ന ഇക്വേഷനാ. ടെമ്പറേച്ചർ മാറാത്ത കേസ്, ടെമ്പറേച്ചർ മാറാത്ത കേസാ, ഫേസ് ചേഞ്ച് ആണ്. ആ കേസിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ Q is equal to mlf ഉണ്ട്, Q is equal to mlv ഉണ്ട്. ഇത് ഇങ്ങനെ തന്നെ കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. സോ ഇവിടെ എന്താ? വാട്ടർ ടു സ്റ്റീമാ. സോ വി ഹാവ് ടു യൂസ് mlv. സോ Q is equal to mlv. മക്കളെ m എത്ര? 10 കിലോഗ്രാം. 10 കിലോഗ്രാം. lv എത്ര? 2.6 10 raised to 5 ജൂൾ പെർ കിലോഗ്രാം. നേരെ മൾട്ടിപ്ലൈ ചെയ്യുന്ന 2.6 10 raised to 6 ജൂൾസ് എന്നാണ് ആൻസർ വരിക. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ നോക്ക്. With the help of a diagram, derive an equation for the period of a simple pendulum. സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. സിമ്പിൾ t is equal to 2 pi root of L by G എന്ന ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ ടോർക്കിന്റെ രണ്ട് എക്സ്പ്രഷൻസ് നമ്മൾ എഴുതിയിട്ടൊന്ന് I ആൽഫ, വേറെ ഇക്വേഷൻ നമ്മൾ mg cos തീറ്റ വെച്ചുള്ള ഇക്വേഷൻ. ഓർമ്മയില്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ, mg sin തീറ്റ വെച്ചുള്ള ഇക്വേഷൻ. ഓക്കെ, അവിടുന്ന് നമ്മൾ തീറ്റനെ ചെറുതായതുകൊണ്ട് സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ തീറ്റ ഒക്കെ പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയില്ലായിരുന്നോ? ആ ഇക്വേഷൻ അവസാനം നിങ്ങൾക്ക് t is equal to 2 pi root of L by G എന്ന് കിട്ടും. ഇങ്ങനെ തന്നെ ഡിറൈവ് ചെയ്യണം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് പറഞ്ഞമായി ഡിറൈവ് ചെയ്യരുത്, മാർക്ക് കിട്ടൂല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ വേവ് ട്രാവലിംഗ് അലോങ് എ സ്ട്രിംഗ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ y of x is equal to a sin kx minus omega t. എല്ലാരും നമുക്കറിയാം. which is the numerical? Okay. Question. First, amplitude is 0.005 meter. Next one is wavelength k ന്റെ ഒപ്പം ഉണ്ടാവുക. ഇതാണ് k എന്ന് പറഞ്ഞ സാധനം. അപ്പൊ എന്താ മക്കളെ? k is equal to 2 pi by lambda ആണ്. From here lambda is equal to 2 pi by k ആണ്. That is equal to 2 pi by 80 ആണ് വരിക. എന്താ വരിക? 2 pi by 80. പൈക്ക് 3.14 കൊടുക്കുക, ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക. അത്രയും മീറ്റേഴ്സ് ആണ് മക്കളെ ആൻസർ ഉണ്ടാവുക കേട്ടോ, അത്രയും മീറ്റേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് കണ്ടു. പീരീഡ് ഓഫ് ദി വേവ്. പീരീഡ് മീൻസ് ടൈം പീരീഡ് ടി ആണ്. ടി ഉണ്ടാവുക നമ്മുടെ സ്മോൾ ടീന്റെ ഒപ്പമുള്ള ഒമേഗന്റെ ഉള്ളിലാണ് ഉണ്ടാവുക. ഒമേഗ പറഞ്ഞാൽ എന്താ? ഒമേഗ പറഞ്ഞാൽ 2 pi by t ആണ്. From here t is equal to 2 pi by omega ആണ്. is equal to 2 pi by 3 എന്നുണ്ടാവും. റെഡി? ആ വാല്യൂ എന്ത് ചെയ്യുക? കൊടുക്കുക. ആ വാല്യൂ കൊടുത്താൽ എന്തായി? നിങ്ങൾക്ക് എന്ത് കിട്ടി? 2 pi by 3 കൊടുത്ത് മീൻസ് ആ വാല്യൂ മീൻസ് പൈക്ക് 3.14 കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? ടൈം പീരീഡ് ഇൻ സെക്കൻഡ്സ് കിട്ടും. ക്ലിയർ? ഇത്രയേ ഉള്ളൂ മക്കളെ, സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ. സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻസ്. എന്താണ്? ദ ഇക്വേഷൻ വിൽ ബി വാലിഡ്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. The dimension formula of LHS of an equation will be equal to the dimension formula of
RHS. This is principle of homogeneity of dimensions എന്ന് പറഞ്ഞാൽ മതി. That's all. 2 മാർക്ക് കേട്ടോ. Next, the kinetic energy K of a body depends on its mass, its velocity. Using the above principle, derive an equation for kinetic energy. Okay, അപ്പോൾ kinetic energy ഇക്വേഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്യണം. അത് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത കാര്യമാണ്. ഒരു ബോഡി U is equal to 0 ആണ്. ആ ബോഡിക്ക് എന്താ, ആ ബോഡിന്റെ മുകളിൽ ഒരു ഫോഴ്സ് F ആക്ട് ചെയ്യുന്നു. അങ്ങനെ ബോഡി A ആക്സിലറേഷനിൽ പോകുന്നു. അങ്ങനെ S ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി V ആയിട്ട് മാറുന്നു. Okay, now ഇവിടെ work done is equal to force into displacement ആണ് is equal to M into A ആണ് force, so MAS എന്ന് എഴുതുന്നു. Okay, ഇല്ല, അന്ന ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. 33ാമത്തെ ക്വസ്റ്റ്യനിൽ ടോർക്ക് മെത്തേഡ് തന്നെ വേണോ ചോദിച്ചാൽ വേണം, നിർബന്ധമാണ്. കാരണം ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലത്തിൽ അവിടെ വരുന്നത് ശരിക്കും ടോർക്കാണ്. ഓക്കെ, അതുകൊണ്ട് അത് നിർബന്ധമാണ്, അങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, സോ ലിസൺ. അപ്പൊ ഇവിടെ നമ്മൾ പറയാണ്, നമ്മൾ V² is equal to U² plus 2AS എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് 0 ആയി പോവും. ബാക്കി V² is equal to 2AS എന്ന് വരും. അപ്പൊ AS പറഞ്ഞാൽ എന്താ, V² by 2 ആണ് മക്കളെ. എന്ത് AS സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ M into V² by 2 that is equal to half mv² എന്ന് വരും. അപ്പോൾ ഈ വർക്ക് എന്താക്കി മാറ്റും, ബോഡിയിൽ കൈനറ്റിക് എനർജി ആക്കി മാറ്റും. സോ ദ ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി ഈസ് half mv². സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ ടൈപ്പ് ക്വസ്റ്റ്യൻ. മക്കൾ നോക്ക്, എന്താ ഡിറൈവ് പൊസിഷൻ ടൈം റിലേഷൻ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ, ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പൊസിഷൻ ടൈം റിലേഷൻ, ഡിറൈവ് പൊസിഷൻ ടൈം റിലേഷൻ. ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം ഫോർ എ യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡി. S is equal to ut plus half at² ആണ്. അതിലെ ടേമിന്റെ സാധനം മാറ്റിയേ ഉള്ളൂ. എസിന് പകരം എക്സ്, യുക്ക് പകരം V0, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആ ഗ്രാഫ് ഒക്കെ വരച്ചിട്ട്, ഈ ഗ്രാഫ് നമ്മൾ ഡിസ്കസ് ചെയ്താ, ഈ ഗ്രാഫ് വരക്കുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് പറയാം, പിന്നെ XT എടുക്കുകയാണെങ്കിൽ, സോറി, നമ്മൾ ഇവിടുന്ന് VT എടുക്കുക, വെലോസിറ്റി ടൈം ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഫ്രം ഹിയർ ഇത് U ആയിരിക്കും. യുക്ക് പകരം ഇവിടെ എന്താ V0 ആണ്, സോ V0 കൊടുക്കുക. ഇവിടെ എന്താ മക്കളെ, ഇവിടെ എന്താ ഫൈനൽ വെലോസിറ്റി V ആയിരിക്കും. ഓക്കെ, V0യും V ഒന്ന് കൊടുക്കുക. സോ അത് നമ്മൾ ഇതിന്റെ അടിയിലേക്കുള്ള ഏരിയ എടുക്കുക. ഏരിയ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അത് X ആന്ന് പറഞ്ഞാൽ മതി. യു ഗോട്ട് ഇറ്റ്. അപ്പൊ എന്ത് ചെയ്യുക, ഏരിയ എടുക്കുക. ഏരിയ എടുക്കുമ്പോൾ ut plus half at² എന്നുള്ള ഇക്വേഷനിലേക്ക് എത്തും. V0t plus half at² എന്ന് കിട്ടും. ഡയറക്റ്റ്, സിമ്പിൾ, പറയേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഇന്നലെ പറഞ്ഞ കേട്ടോ. അടുത്ത് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഗിവൺ ബിലോ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ബോഡി ഡ്യൂറിംഗ് ദ ടൈം ഇന്റർവൽ 5 to 15 seconds. 5 to 15 secondsൽ ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾ ഫൈൻഡ് ചെയ്യണം. എങ്ങനെ കാണാം, ഏരിയ എടുത്താൽ മതി. സോ ഈ ഏരിയ എന്താ മക്കളെ, ഡിസ്പ്ലേസ്മെന്റ് is equal to മക്കളെ എന്താ വരിക പറഞ്ഞോ, ദിസ് ഈസ് 10 and this is 20. 10 into 20, answer is 200 meters. Simple question. Area under velocity time graph is displacement, ആ കോൺസെപ്റ്റ്. അടുത്തെന്താ മക്കളെ, ശ്രദ്ധിക്കും. അടുത്തെന്താ, next one is a car of mass M moves with a speed v along a banked road R. ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. Draw a diagram showing all the forces acting on the car. ദാ ഇങ്ങനെയാണ് സാധനം. ഇതാണ് കാറ്, ഇവിടെ mg താഴേക്ക്. ഓക്കെ, ഫ്രിക്ഷനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇപ്പൊ നോർമൽ റിയാക്ഷൻ ഇങ്ങനെ എല്ലാ ഫോഴ്സും കാണിക്കാൻ പറഞ്ഞു. mg r ഉണ്ടാവുള്ളൂ. യൂസിംഗ് ദ ഡയഗ്രാം ഡിറൈവ് an equation for maximum safe speed. ഇവിടെ നമ്മൾ v is equal to root of rg tan theta എന്നുള്ള ഇക്വേഷൻ കണ്ടെത്തണം. rg tan theta എല്ലാവർക്കും ഓക്കെ അല്ലടാ? യെസ്. th ക്വസ്റ്റ്യൻ എന്തോ പറഞ്ഞല്ലോ, ചോദിച്ചല്ലോ. th ക്വസ്റ്റ്യൻ വെലോസിറ്റി തന്നില്ലല്ലോ, സ്പീഡ് അല്ലേ, അപ്പോൾ ഡയറക്ഷൻ ഉണ്ടോ? ഉണ്ട്.
വെലോസിറ്റി തന്നില്ല, സ്പീഡ് ആണെങ്കിൽ നമ്മൾ അതിനെ വെലോസിറ്റി ആയി കൺസിഡർ ചെയ്യും. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണത്. ഓക്കെ, വെലോസിറ്റി അല്ല, സ്പീഡിന് ഡയറക്ഷൻ കൊടുത്ത വെലോസിറ്റി ആയി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ട്ടാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അത് സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് പാരലൽ ആക്സിസ് തിയറം. മക്കളെ ഞാൻ കൂടെ പഠിക്കാൻ പറഞ്ഞ രണ്ടെണ്ണം, പാരലൽ ആക്സിസ് തിയറും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ചാനൽ കേട്ടോ. ഓക്കെ, 2 മാർക്ക്. വാട്ട് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റോഡ് ഓഫ് മാസ് m ആൻഡ് ലെങ്ത് l about an axis perpendicular to it and passing through one end? എടാ മക്കളെ ദാ ലിസൺ, ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾ കാണണം. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റോഡ് ഓഫ് മാസ് m and length l about an axis perpendicular to it and passing through one end. ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾക്ക് കിട്ടുക എത്രയാ മക്കളെ കിട്ടുക? മൊമെന്റ് ഓഫ് ഇനർഷ്യ I is equal to ml square by 3 എന്നാണ് കിട്ടുക. അപ്പൊ അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട എന്താ പറയുക, 3 മാർക്ക് ഉണ്ട്. അപ്പൊ ഡീറ്റെയിൽഡ് ആയി എഴുതണം എന്നാണ് പറയാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ശരിക്കും എന്താ പറയുക മക്കളെ, ഈ ഒരു ബോഡി ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇയാൾ ഇവിടെ നിർത്തിയിട്ട്, ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ചെറിയ ഒരു മാസ് പെർ യൂണിറ്റ് ലെങ്ത് കാണാം. ഓക്കെ, ടോട്ടൽ മാസ് m ആണ്, ടോട്ടൽ ലെങ്ത് l ആണെന്ന് വിചാരിക്കും. സോ മാസ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ m ഇസ് ഈക്വൽ ടു m ബൈ l ആണ്. സോ ഇവിടെ ഞാൻ ഒരു dx ലെങ്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ലെങ്ത്തിലുള്ള മാസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ആ ലെങ്ത്തുള്ള മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സ്മോൾ എലമെന്റ് വിൽ ബി ഈക്വൽ ടു m by l into dx എന്ന് വരും. ഓക്കെ, മാസ്, ഇവന്റെ മാസ് കിട്ടി. ഇനി അയാൾ ഇവിടുന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒരു കുഞ്ഞു പീസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദിസ് ആക്സ് എന്താണ്? ആ ഒരു കുഞ്ഞു മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡി ഐ എന്ന് കൊടുക്കുക. ഡി ഐ ഇസ് ഈക്വൽ ടു മക്കളെ എന്താ വരിക? ആ കുഞ്ഞു മാസ് m by l into dx into ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഇപ്പൊ ഈ കുഞ്ഞു ബോഡിന്റെ ഈ കുഞ്ഞു പാർട്ടിക്കിളിന്റെ മാസ് കിട്ടി അബൌട്ട് ദിസ് ആക്സിസ്. ഇനി എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ I is equal to ഇന്റഗ്രൽ എക്സിന്റെ വാല്യൂ 0 മുതൽ എക്സിന്റെ വാല്യൂ l ആകുന്നവരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ എക്സിന്റെ വാല്യൂ വാരീസ് ഫ്രം 0 to l. സോ 0 to l m by l dx x square that is equal to m by l പുറത്തേക്ക് x square dx ന്റെ ഇന്റഗ്രൽ x cube by 3 ഉണ്ടാകും. ഫ്രം 0 to l കൊടുക്കുമ്പോൾ m by l into l cube by 3 എന്ന് വരും. ഒരു l ഉം ഒരു ക്യാൻസൽ 2 ആവും. അപ്പൊ എന്താ? ml square by 3 എന്ന് വരും. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഇത്രയേ ഉള്ളൂ. അറിയുന്ന ഒരാൾക്ക് വളരെ സിമ്പിൾ ആയി ചെയ്യാം. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ സെന്റർത്ത് നിങ്ങൾ കറക്റ്റ് പഠിക്കുന്നുണ്ട്. ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ പഠിക്കുന്നുണ്ട്. അത് കാണുക. അത് കണ്ടിട്ട് പാരലാക്സിസ് തിയറം വെച്ച് ഇവിടുത്തെ എന്ത് ചെയ്താൽ മതി? കണ്ടാൽ മതി. സെന്റർത്ത് ഇത് എത്ര കിട്ടുക? ml square by 12 എന്ന് കിട്ടും. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? പാരലാക്സിസ് തിയറം വെച്ച് ഇവിടുത്തെ എന്ത് ചെയ്യുക? ഫൈൻഡ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ്. ഇത് മിക്കവാറും ചില കുട്ടികൾ എഴുതി ഉണ്ടാവില്ല, ചാൻസ് കുറവാ. ഡിറൈവ് an equation for accelerated gravity at height h. ആയിട്ടുള്ള ഇക്വേഷൻ, ജിക്കുള്ള ഇക്വേഷൻ കാണാൻ. എടാ മക്കളെ, g is equal to gm by r plus h whole square. ഇതാണ് ആ ഇക്വേഷൻ. ആ ഇക്വേഷൻ എഴുതാനാ പറഞ്ഞത്. എന്താ 3 മാർക്ക് അതിനൊക്കെ. Calculate the value of acceleration gravity at a height equal to half of the radius of earth from the surface. ഇന്ന് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആ. സോ g dash by g is equal to height ആണ്. സോ 1 plus h by r whole raised to -2 വരും. എവിടത്തെ കാണാൻ പറഞ്ഞ്? ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദി റേഡിയസ് ഓഫ് എർത്ത്. റേഡിയസ് ഓഫ് എർത്ത് 6. അപ്പൊ അതിന്റെ പകുതി. അപ്പൊ h എത്ര? r/2 ആ. സോ 1 plus r/2 by r ഹോൾ റേസ് ടു -2 വരും. ഈ ആറും ക്യാൻസൽ ആവും മക്കളെ. എന്താ വരിക? 3/2 ഹോൾ റേസ് ടു -2 വരും. അപ്പൊ g dash by g എന്താ? 3/2 ഹോൾ റേസ് ടു -2 വരും. that is equal to 4/9 എന്നാ വരിക. എന്ത്? g dash by g. 1/3 square by 2 square എന്തായി മാറും? 2 square by 3 square now, that is 4/9 now. So g dash is equal to 4/9 into g, that is 4/9 into 9.8 വരും. That's it. Okay. അപ്പൊ ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. ഇതൊന്നും എന്താ പറയാ, ഒരു ഒരം കിട്ടുന്നില്ല.
സിമ്പിൾ ക്വസ്റ്റ്യൻസ് മക്കളെ. എങ്ങനെ പറയാം? അപ്പൊ എത്ര പേർക്ക് മാർക്കൊക്കെ നോക്കി നിങ്ങള്? ഞാൻ എല്ലാ ആൻസറും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മാർക്കൊക്കെ ചെക്ക് ചെയ്തോ? എന്താണ് അവസ്ഥ എന്നുള്ളത് ചെക്ക് ചെയ്തോ എല്ലാവരും? വേഗം പറ, മാർക്ക് ചെക്ക് ചെയ്തോ എല്ലാവരും? എത്ര മാർക്ക് കിട്ടുന്നതാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞേ? എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഒന്ന് പറഞ്ഞേ. എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടടാ? വേഗം പറ. 36th ക്വസ്റ്റ്യൻ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി വെച്ചല്ലേ ചെയ്യേണ്ടത്? യെസ്. സോറി ഞാൻ വായിച്ചില്ല. സോറി. അങ്ങനെയാണെങ്കിൽ ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ, സോറി മക്കളെ. ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി വെച്ചാ ചെയ്യേണ്ടി കേട്ടോ. സോറി. ഓക്കെ, ഞാന് പറഞ്ഞു കൊടുത്തുള്ള മിസ്റ്റേക്ക് ആണ്, ശ്രദ്ധിക്കുക. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി വെച്ച് ചെയ്യണം കേട്ടോ. ആരാ ചോദിച്ചത്? 36 ഷാഹി ചോദിച്ചിട്ടുണ്ട്. യെസ്. സോ ലിസൺ, ഇത് എന്താ മക്കളെ? പ്രിൻസിപ്പിൾ ഓഫ്, അപ്പൊ എന്താ? കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് ഓൺ മാസും വെലോസിറ്റിയും. ഓക്കെ, സോ ഇവിടുന്ന് പക്ഷെ ഒരു കുഴപ്പമുണ്ട്. കോൺസ്റ്റന്റിന്റെ കെന്റെ വാല്യൂ നമുക്ക് അറിയുന്ന എഴുതണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, കൈനറ്റിക് എനർജി ആകുമ്പോൾ അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ എഴുതാം, കെ ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് നമുക്ക് എന്താ പറയാ, എക്സ് എന്ന് കൊടുക്കാം. x into m raised to a into v raised to b എന്ന് വരും. പുട്ട് ഇക്വേഷൻ നമ്പർ 1. കൈനറ്റിക് എനർജി ഡയമെൻഷൻ ഫോർമുല വർക്കിന്റെ സെയിം ഉണ്ടാവും അല്ലെ? m l square t raised to -2 ഉണ്ടാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു m raised to a എന്ന് പറയുമ്പോൾ അത് മാസ് തന്നെയാണ്. സോ m raised to a, v raised to b l t raised to -1 whole raised to b എന്ന് വരും. സോ ഫ്രം ഹിയർ m l square t raised to -2 is equal to m raised to a l raised to b t raised to -b എന്ന് വരും. സോ ഇവിടുന്ന് a is equal to 1 ആണ്, b is equal to 2 ആണെന്നുള്ളതും കിട്ടി. അപ്പോൾ 1 എന്ന് കൊടുക്കുക, അവിടെ എന്താ 2 എന്നും കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇക്വേഷനിൽ കൊടുക്കുന്ന സമയത്ത് എന്താ മക്കളെ? ഇക്വേഷൻ നമ്പർ 1 implies kinetic energy is equal to a constant into m raised to 1 into v raised to 2. We know that the value of x is half, so half m v square. This is the answer. Okay, അപ്പൊ പറഞ്ഞ നന്നായിട്ടോ. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ആൻസർ ചെയ്യേണ്ടത്. കാരണം എബോവ് പ്രിൻസിപ്പിൾ വെച്ച് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഓക്കെ, ഫൈൻ. സോ അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി എന്താ മക്കളെ? അപ്പൊ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. എത്ര മാർക്ക് എന്നുള്ളതാണ് ഞങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. നോക്കട്ടെ, എത്ര മാർക്ക് ഒന്ന് പറഞ്ഞേ. 38 ഫ്രിക്ഷൻ കൺസിഡർ ചെയ്ത ഇല്ല. ബാങ്കിങ് ഓഫ് റോഡിന്റെ കേസ് അല്ലേ? ഫ്രിക്ഷൻ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശരിക്കും ഫ്രിക്ഷന്റെ ആവശ്യമില്ല, അവിടെ പറഞ്ഞില്ല, അതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മാർക്ക് കിട്ടും, കുഴപ്പമില്ല. പറ, എത്ര മാർക്ക്? യെസ്, എത്ര മാർക്കാ കിട്ടാം? അജയ് ജേസ് നിർബന്ധമല്ല, ഹാഫ് നിർബന്ധമല്ല. യെസ്, വേഗം കമന്റ് പറയണം. എല്ലാരും പറയണം കേട്ടോ, എല്ലാരും പറയണം. യെസ്, നോക്കട്ടെ. ഷാമിൽ 54, ഡിറ്റാച്ച് 54, ഡിറ്റാറ്റ് ഫുള്ള്. ഓക്കെ, ഷമീൽ മുഹമ്മദ് ഷാമിൽ 54, ഡിറ്റാറ്റ് ഫുള്ള്. ആതിര പറഞ്ഞോ? അന്ന ഫുൾ മാർക്ക് കിട്ടും സർ, ഗുഡ്. മുഹമ്മദ് ഫാറൂഖ് 58. ഓക്കെ, അജയ് ജയസ് ഫുള്ള്, അബി ഫുള്ള്, എ ജി 56, ഡിഡാറ്റ് ഫുള്ള്. സഫ അബുബക്കർ 40 ബി ഒന്നൂടെ. 40 എന്താ പ്രശ്നം? What is the problem regarding for the question 40th question? ഇല്ല, 40 ബി പ്രശ്നമില്ല, സിമ്പിൾ അല്ല. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്.
ജി ഡാഷ് ബൈ ജി ഹൈറ്റ് അല്ലേ, വേരിയേഷൻ ഓഫ് ജി ടു ഹൈറ്റ് അല്ലേ. അപ്പൊ ജി ഡാഷ് ബൈ ജി സിക്ക് 1 + h/r ആ വരിക. ആ h കാരണം r/2 ആണ്, r/2. അപ്പൊ എന്താ വരിക, 1 + r/2/r വരും. r ക്യാൻസൽ ആകുമ്പോൾ 1 + 1/2, 1 + 1/2 is 3/2, 3/2 whole ratio -2, 3/2 whole ratio -2 എന്നുള്ള ഈ സാധനം 3/2 ഇത് വരും അല്ലേ. സോ ഈ സാധനം ശരിക്കും എന്താ അറിയോ, 1/3/2 whole square ആ. എന്താ വരിക, 1/9/4, ദാറ്റ് ഈസ് 4/9 എന്ന് വരും. അതാണ് വന്ന്. ഓക്കെ, പിന്നെ ജി ഡാഷ് ഇസ് ഈക്വൽ ടു 4/9 × g എന്ന് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, സോ എല്ലാവരും കമന്റ് യെസ്, വേഗം കമന്റ്. ബഷീർ 58, ഷാഹിദ് ഷായി 59, ഡീറ്റായിട്ട് പറഞ്ഞു. കാഷിലെ 56, മുഹമ്മദ് അനസ് 56, സഫ അബൂബക്കർ A+ എത്ര മാർക്കാണ്, 56. ഓക്കെ, സിയാന എം ഫുള്ള്, ദേവനന്ദൻ 72. ഓക്കെ, ഗുഡ്. യെസ്, അപ്പൊ കുറെ പേര് കമന്റ് അടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും ഒറ്റ അഡ്വൈസ് തരാനുള്ള, നിങ്ങൾ നിർബന്ധമായിട്ടും ഞാൻ ഇന്നലെയും ഇന്ന് രാവിലെയും, മക്കളെ സൗണ്ട് ഒക്കെ പറ്റപ്പോയിന്, ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്നും കൂടെ പഠിച്ചതിന് ശേഷം ഒന്ന് കണ്ടാൽ ഉറപ്പായിട്ടും പ്രോബ്ലം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അതൊരു പ്രശ്നവുമില്ല. ഓക്കെ, പ്രോബ്ലം ലെവലിൽ ഉറപ്പായിട്ടും കിട്ടും, ഡോണ്ട് വറി. പിന്നെ നിങ്ങൾ എഴുതിയ ആൻസറിൽ ബെസ്റ്റ് ആൻസർ എടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ആൻസർ എഴുതാൻ ശ്രമിക്കുകയും ചെയ്യണം. ഇനിയുള്ള എക്സാമുകൾ വരുന്ന സമയത്ത്, പബ്ലിക് എക്സാമിനേഷന് വരുമ്പോൾ അതിന്റെ ഇൻസ്ട്രക്ഷൻ ഒക്കെ ഞാൻ തരാം. ഓക്കെ, എന്തൊക്കെ ചെയ്യണം, എങ്ങനെ എഴുതണം ഒക്കെ കൃത്യമായി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, ഡോണ്ട് വറി ട്ടാ. അപ്പൊ അത് കൃത്യമായി ശ്രദ്ധിക്കുക ആ കാര്യം. ഓക്കെ, സോ നമുക്ക് അവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ അതിന് മുൻപായിട്ട് ശ്രദ്ധിക്കേണ്ട, പബ്ലിക്കിന് ഫുള്ള് വാങ്ങണം. യെസ്, തീർച്ചയായിട്ടും ഫുള്ള് വാങ്ങിയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് ടൈം ടേബിൾ വരിക എന്ന് നമുക്ക് അറിയില്ല, എന്തായാലും അറിയില്ല. പക്ഷെ നിങ്ങൾ പഠനം നിർത്തണ്ട, നിങ്ങൾ കൃത്യമായി പഠിച്ചോ. എല്ലാ ക്ലാസ്സും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിന്റെ എല്ലാ ക്ലാസ്സുകളുടെയും എന്താ പറയാ, പിന്നെ ഫുൾ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ട്. നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ ഒന്നും കൂടി വേണമെങ്കിൽ റിവൈൻഡ് ചെയ്ത് കാണാം. വായിക്കാൻ മടിയാണെങ്കിൽ ആ ക്ലാസ് എടുത്ത് കണ്ടോ. ഓക്കെ, വെറുതെ ഇരിക്കണ്ട, അത് കൃത്യമായി കണ്ട് മുന്നോട്ടേക്ക് പൊക്കോ, ഒരു കുഴപ്പമില്ല. അതുപോലെ ഇന്നലെയും ഇന്നുമായിട്ട് ചെയ്ത ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കണം. അതുപോലെ ഞാൻ ഫിസിക്സിന്റെ ബാക്കി ചാപ്റ്റേഴ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്, ഓസിലേഷൻസ്, വേവ്സ്, ഇത്രയും ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസും ഞാൻ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. ഓക്കെ, ലൈവിൽ തന്നെ വന്ന് ഞാൻ ചെയ്തു തരും. ഓക്കെ, സോ അതൊക്കെ കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ചാനലുമായിട്ട് കൃത്യമായി എന്ത് ചെയ്യുക, നിങ്ങൾ കോണ്ടാക്റ്റിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, ബെൽ ബട്ടൺ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക കേട്ടോ. ഉറപ്പാണ് 100% മാർക്ക് നമുക്ക് കിട്ടും, ഒരു സംശയവും വേണ്ട. ഓക്കെ, ഇനി എന്നാണ് എക്സാം നടക്കുമെന്നും അറിയില്ല, നമുക്ക് നോക്കാം. ഒക്കെ വഴിയെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ ചാനൽ വഴി എന്ത് ചെയ്യും, തരും കേട്ടോ. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം മക്കളെ. സോ കുറച്ച് പോയി റെസ്റ്റ് എടുത്തോ, ഇന്നിപ്പോ പഠിക്കാൻ നിൽക്കൊന്നും വേണ്ട, കുറച്ച് ഞാൻ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ പഠിച്ചാൽ മതി. ഓക്കെ, റെഡി? യെസ് സർ, +2 എടുക്കുമോ? പിന്നെ +2 എടുക്കും. +2 ഫേവറേറ്റ്, നല്ല രസകരമായ ടോപ്പിക്സ് ആണ് +2. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറന്റ് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, AC, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഓക്കെ, റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, വേവ് ഒപ്റ്റിക്സ്, ഡുവൽ നേച്ചർ, ആറ്റംസ്, ന്യൂക്ലിയർ, ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, 3 ചാപ്റ്റേഴ്സ് ആ +2 ഉള്ളത്. സൂപ്പർ ആയിട്ട് പൊളിച്ചടക്കും നമ്മൾ ട്ടാ. സോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യല്ലോ മക്കളെ. സോ ബൈ. എടാ നിങ്ങൾ +2 ലാട്ടോ, ഇനി +2 ദാ നിങ്ങൾ ഇങ്ങനെ +1 എക്സാം ആയി നടക്കുകയാണ്. +2 ഒന്നും പഠിച്ചില്ല നമ്മള്. ഓക്കെ, +2 ലാണ് നമ്മളൊന്നും പഠിച്ചില്ല. +2 ഒന്നും തുടങ്ങിയിട്ടൊന്നുമല്ല. ഈ സമയത്തൊക്കെ ശരിക്കുണ്ടല്ലോ +2കാര്, ഈ സമയത്തൊക്കെ ശരിക്കും +2കാര് ഫിസിക്സ് ഒക്കെ ഒരു 7-8 ചാപ്റ്റേഴ്സ്, 9 ചാപ്റ്റേഴ്സ് എങ്കിലും കവർ ചെയ്യും. മെയിൻ ചാപ്റ്റേഴ്സ്, കോർ ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി തുടങ്ങണം, ഒന്നേന്ന് തുടങ്ങണം. യെസ്, ഒന്നേന്ന് തുടങ്ങണം, മനസ്സിലായോ? നമുക്കിനി ഫസ്റ്റ് ചാപ്റ്റർ മുതൽ +2 തുടങ്ങേണ്ടി വരും മക്കളെ. പണിയാണ്, 8ന്റെ പണിയാണ്, ശ്രദ്ധിക്കാട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാടാ. യെസ്,
മാത്സ് നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് കുറെ ചെയ്യാട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. വേണ്ട, +2 സാർ തന്നെ എടുക്കണേ, ഞാൻ തന്നെ എടുക്കാം +2. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ പോയി കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കുക. കാരണം ഇന്നലെ കുറെ വർക്ക് ചെയ്തിട്ടുണ്ടാവും കുറെ എല്ലാവരും. കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് നന്നായി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഉഷാറായി കുറച്ച് ഒരു എന്റർടൈൻമെന്റിലൊക്കെ ഏർപ്പെട്ട് ഈ ഫോണിൽ നിന്ന് മാറിയേക്ക് ഒരു കുറച്ച് സമയം ഫോണിൽ നിന്ന് മാറിയിട്ട് വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യാട്ടോ. ഫോൺ മതി, നോക്ക മതി. നേരെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ച് കുട്ടപ്പനായി വന്ന് എന്താ പറയാ നല്ല ഉഷാറായി എല്ലാവരും പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് പ്രകൃതി സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പോയി കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരാം, ചാനൽ വഴി തരും കേട്ടോ. ഓക്കെ, നിങ്ങൾ എല്ലാവരും ടെലഗ്രാമില്ല മക്കളെ, ടെലഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തോ, ജോയിൻ ചെയ്തോ. അതിൽ കൂടെയും ഫുൾ ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യും കേട്ടോ. ഓക്കെ. സോ സർ എക്സാം ഉണ്ടാകുമോ? ആരാണ്? ശിവപ്രസാദ്. എക്സാം ഉണ്ടാകും മക്കളെ, എന്തായാലും ഉണ്ടാവും കേട്ടോ. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ബൈ.